जगा लो होगा दूर अंधेरा। शिव का कर लो ध्यान आ रहा पावन पुण्य सवेरा। तुम हो कौन कहाँ से आए अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से प्यारे परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो होगा दूर अंधेरा। ओम शांति ओम शांति। ഓം ശാന്തി. ഇന്ന് 22/5/2025 പ്രഭാതമുരളി. बाबा कहते हैं, मीठे बच्चे, तुम इन आंखों से जो कुछ देखते हो यह सब पुरानी दुनिया की सामग्री है। यह समाप्त होनी है, इसलिए इस दुखधाम को बुद्धि से भूल जाओ. അപ്പോൾ ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുണ്ടോ ഇതെല്ലാം പഴയ ലോകത്തിൻ്റെ സാമഗ്രികളാണ്. ഇതെല്ലാം അവസാനിക്കാനുള്ളതാണ്. അതുകൊണ്ട് ബാബ പറയാണ്, ഈ ദുഃഖധാമത്തെ നിങ്ങൾ ബുദ്ധി കൊണ്ട് മറക്കൂ എന്ന് ബാബ പറയാം. കാരണം ഇതെല്ലാം അവസാനിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങളിതെല്ലാം കണ്ടുകൊണ്ടും കാണാതിരിക്കൂ എന്നൊക്കെ ബാബ പറയുന്നുണ്ടല്ലോ. അതുപോലെ നിങ്ങൾ ബുദ്ധി കൊണ്ട് മറക്കൂ. അതായത് ഇതെല്ലാം അവസാനിക്കാനുള്ളതാണെന്നുള്ള കാര്യം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഇനി ബാബ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, मनुष्यों ने बाप पर कौन सा दोष लगाया है, लेकिन वह दोष किसी का भी नहीं है. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, മനുഷ്യർ ബാബയുടെ മേൽ ഏതൊരു ദോഷമാണ് ആരോപിച്ചിട്ടുള്ളത്? പക്ഷെ ബാബ പറയണ അത് ആരുടെയും ദോഷവുമല്ല,
അങ്ങനെ ഒരു ദോഷം നമ്മൾ ബാബയുടെ മേൽ ആരോപിച്ചിട്ടുണ്ട്. അതേതാണെന്ന് ബാബ ചോദിക്കാം. ഉത്തർ: इतना बड़ा जो विनाश होता है मनुष्य समझते हैं भगवान ही कराता है. ദുഃഖ് ബി വഹ് ദേത്ത സുഖ് ബി വഹ് ദേത്ത. ബാബ പറയാണ് ഇത്രയും വലിയ വിനാശം ഉണ്ടാകുന്നുണ്ട്. അപ്പം മനുഷ്യരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇത് ഭഗവാനാണ് ചെയ്യിക്കുന്നത് എന്നാണ്. ദുഃഖവും ഭഗവാൻ തന്നെ തരുന്നു, സുഖവും ഭഗവാൻ തന്നെ തരുന്നു. ഇങ്ങനെയാണ് മനുഷ്യര് മനസ്സിലാക്കിയിട്ടുള്ളത്. യഹ് ബഹുത് ബഡാ ദോഷ് ലഗാ ദിയാ ഹേ. ഇത് വലിയൊരു കുറ്റമാണ് ബാബയുടെ മേൽ ആരോപിച്ചിരിക്കുന്നതെന്ന് പറയാ ബാബ. ബാബ് കഹത്തെ ബച്ചേ മേ സദാ സുഖ് ദാദാ ഹോം മേ കിസി കോ ദുഃഖ് നെഹി ദേ സക്ത. ബാബ പറയാണ്, കുട്ടികളെ, ഞാൻ സദാ സുഖദാതാവാണ്, എനിക്ക് ആർക്കും ഒരിക്കലും ദുഃഖം കൊടുക്കാൻ കഴിയില്ല എന്ന് ബാബ പറയാം. അഗർ മേ വിനാശ് കരാവൂൻ തോ സാരാ പാപ് മേരെ പർ ആജായേ. ബാബ പറയാണ്, ഇപ്പം ഞാനൊരു വിനാശം ചെയ്യിക്കുകയാണെങ്കിൽ മുഴുവൻ പാപവും എൻ്റെ മേൽ വരും. വഹുത്തോ സബ് ഡ്രാമ അനുസാർ ഹോത്താ ഹേ മേ നെഹി കരാത്താ ഹോം. ബാബ പറയുന്നത് അതെല്ലാം ഡ്രാമ അനുസരിച്ച് നടക്കുന്നതാണ്, അല്ലാതെ ഞാൻ ചെയ്യിക്കുന്നതല്ല എന്ന് ബാബ പറയാം. അപ്പം ഡ്രാമയിൽ എന്തൊക്കെ നടക്കാനുണ്ടോ, 5000 വർഷത്തെ ഡ്രാമ എന്ന് ബാബ പറയാറില്ലേ, ആ ഡ്രാമയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അത് തന്നെ കൽപ്പകൽപ്പം ആവർത്തിക്കും. അപ്പം ബാബയും പറയാറുണ്ട്, ബാബയും ഡ്രാമയിൽ ബന്ധിതനാണ്. ബാബയ്ക്കും എപ്പോഴാണോ വരാൻ പാർട്ടുള്ളത് അപ്പോഴാണ് ബാബ വരിക. ഡ്രാമയിൽ എപ്പോഴാണോ ബാബയ്ക്ക് ഇവിടെ അവതരിക്കാൻ പാർട്ട്, ആ സമയത്തെ ബാബയ്ക്കും വരാൻ കഴിയുള്ളൂ. അല്ലാതെ ബാബയ്ക്ക് അതിന് മുൻപോ അങ്ങനെയൊന്നും വരാൻ സാധിക്കില്ല. ആ സമയത്തെ ബാബയ്ക്ക് വരാൻ കഴിയുള്ളൂ. കാരണം ബാബയും ഈ ഡ്രാമയിൽ ബന്ധിതനാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഡ്രാമ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്, അല്ലാതെ ഞാൻ ചെയ്യിക്കുന്നതല്ല എന്ന് ബാബ പറയാം. ഗീത് രാത് കെ രാഹി. അതായത് ബാബ പറയാറുണ്ടല്ലോ, രാത്രിയിലെ യാത്രക്കാരാ ക്ഷീണിച്ചു പോകരുത് എന്ന് പറയാറുണ്ടല്ലോ. ഓം ശാന്തി. ബച്ചോം കോ സിക്കലാന കെ ലിയേ കൈ ഗീത് ബഡേ അച്ഛേ ഹെ. ഗീത് കാ അർത്ഥ കർണേ സേ വാണി ഖുൽ ജായേഗി. അപ്പം ബാബ പറയാണ്, കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ധാരാളം നല്ല നല്ല ഗീതങ്ങളുണ്ട് എന്ന് ബാബ പറയാം. ആ ഗീതത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് വാണിയും തുറക്കപ്പെടുന്നത്. ബച്ചോം കി ബുദ്ധി മേം തോ ഹേ കി ഹം സബി ദിൻ കി യാത്ര പർ ഹേ രാത് കി യാത്ര പൂരി ഹോത്തി ഹേ. അപ്പം ബാബ പറയാണ്, കുട്ടികളുടെ ബുദ്ധിയിൽ ഇതുണ്ട്, അതായത് നമ്മൾ എല്ലാവരും പകലിൻ്റെ യാത്രക്കാരാണിപ്പോൾ, രാത്രിയിലെ യാത്ര അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ രാത്രിയിലെ യാത്ര എന്ന് പറയുന്നത് ഭക്തി മാർഗത്തിലെ യാത്രയെയാണ് ബാബ രാത്രിയിലെ യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ എന്താണ്, ജ്ഞാനമാർഗത്തിലാണ്. അപ്പോൾ അതിന് ജ്ഞാനമാർഗത്തിലെ യാത്രയെയാണ് പകലിൻ്റെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, ഇപ്പോൾ പകലിൻ്റെ യാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാത്രിയിലെ യാത്ര അതായത് ഭക്തി അവസാനിച്ചിരിക്കുന്നു. ഭക്തി മാർഗ ഹേ ഹി രാത് കി യാത്ര അന്തിയാരെ മേം ധക്കാ കാന ഹോത്താ ഹേ. അപ്പം ബാബ പറയുന്നത് ഭക്തി മാർഗത്തിലെ ഈ യാത്ര അവസാനിച്ചിരിക്കുന്നു. അതുപോലെ ഭക്തി മാർഗത്തെയാണ് രാത്രിയിലെ യാത്ര എന്ന് പറയുക. ഈ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് ബാബ പറയാം. ആദാ കൽപ്പ് രാത് കി യാത്ര കർ ഉത്തർത്തേ ആയേ ഹോ. ബാബ പറയുന്നത് അരക്കൽപ്പം നിങ്ങൾ രാത്രിയുടെ യാത്ര ചെയ്ത് താഴേക്ക് വന്നു, അതായത് ഭക്തി ചെയ്തിട്ട് താഴേക്ക് വന്നു എന്ന് ബാബ പറയാം. അബി ആയേ ഹോ ദിൻ കി യാത്ര പർ. ഇപ്പം നിങ്ങൾ കുട്ടികൾ പകലിൻ്റെ യാത്രയിലേക്ക് വന്നിരിക്കുകയാണ്. പകലിൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ ജ്ഞാനമാർഗം അല്ലെ, ജ്ഞാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. യഹ് യാത്ര ഏക് ഹി ബാരി കർത്തേ ഹോ. ഈ ഒരു യാത്ര നിങ്ങൾ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ചെയ്യുന്നതെന്ന് ബാബ പറയാം. തും ജാൻതേ ഹോ യാദ് കി യാത്ര സേ ഹം തമോ പ്രധാൻ സേ സദോ പ്രധാൻ ബൻ
फिर സദോ പ്രധാൻ സത്യയുഗ് കെ മാലിക് ബൻതേ ഹെ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ഓർമ്മയുടെ യാത്ര ചെയ്ത് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറി പിന്നീട് എന്തു ചെയ്യും? സദോ പ്രധാന സത്യയുഗത്തില് പോയി രാജ്യം ഭരിക്കും. അതായത് സദോ പ്രധാന സത്യയുഗത്തിന്റെ അധികാരികളായിട്ട് മാറും ബാബയുടെ ഓർമ്മയിലൂടെ. सदो प्रधान बनने से सत्ययुग के मालिक, തമോ പ്രധാൻ बनने से കലിയുഗ് के मालिक बनते हो. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ സദോ പ്രധാനമായിട്ട് മാറുന്നതിലൂടെ സത്യയുഗത്തിന്റെ അധികാരിയും തമോ പ്രധാനമായിട്ട് മാറുന്നതിലൂടെ കലിയുഗത്തിന്റെ അധികാരിയുമായി മാറുന്നു. ഉൻകോ കഹാ ജാതാ ഹെ സ്വർഗ്, ഇൻകോ കഹാ ജാതാ ഹെ നർഗ്. അതായത് അതിനെയാണ് സ്വർഗം, അതായത് സത്യയുഗത്തെയാണ് സ്വർഗമെന്നും ഇതിനെയാണ് നരകം, അതായത് കലിയുഗത്തെയാണ് നരകമെന്നും പറയുന്നതെന്ന് ബാബ പറയാം. അബ് തും ബച്ചേ ബാപ്പ് കോ യാദ് കർത്തേ ഹോ. ഇപ്പോ നിങ്ങൾ കുട്ടികള് ബാബയെ ഓർമ്മിക്കുന്നു. ബാപ്പ് സേ സുഖ് ഹി മിൽത്താ ഹെ. ബാബയിൽ നിന്ന് തന്നെയാണ് സുഖം ലഭിക്കുന്നത്. ജോ ഓർ കുച്ച് ബോൽ നഹി സക്തേ ഹെ വഹ് സിർഫ് യഹ് യാദ് രഖേ, ശാന്തി ധാം ഹെ ഹം ആത്മാവോം കാ ഘർ, സുഖധാം ഹെ സ്വർഗ് കി ബാദ്ഷാഹി, ഓർ അബി യഹ് ഹെ ദുഃഖധാം രാവൺ രാജ്. അപ്പൊ ബാബ പറയാണ്, ഇനി നിങ്ങൾക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല എന്ന് കരുതും. അതായത് ജ്ഞാനത്തെ പറ്റി നിങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ കേവലം ഇതുമാത്രം ഓർമ്മയിൽ വെക്കൂ എന്ന് ബാബ പറയാ. അതായത് ശാന്തിധാമം നമ്മൾ എല്ലാ ആത്മാക്കളുടെയും വീടാണ്. സുഖധാമം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ചക്രവർത്തി രാജ്യമാണ്, അതായത് സ്വർഗമാണ് സുഖധാമം. ഓർ ഇപ്പോ എന്താണ്? ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇത് ദുഃഖധാമമാണ്, അതായത് രാവണ രാജ്യം. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഓർമ്മയിൽ വെക്കാൻ പറയാണ്. അതായത് ശാന്തിധാമം, സുഖധാമം, ദുഃഖധാമം. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഓർമ്മയിൽ വെക്കൂ. അബ് ബാപ്പ് കഹത്തെ ഹെ ഇസ് ദുഃഖധാം കോ ഭൂൽ ജാവോ. ഇപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ഈ ദുഃഖധാമത്തെ മറക്കൂ. ബൽ യഹാം രഹത്തെ ഹോ പരന്തു ബുദ്ധി മേ യഹ് രഹേ കി ഇൻ ആംഗോം സെ ജോ കുച്ച് ദേഖ്തേ ഹെ വഹ് സബ് രാവൺ രാജ്യ ഹെ. അപ്പൊ ബാബ പറയാണ്, ഇപ്പോ നിങ്ങൾ ബുദ്ധി കൊണ്ട് ഈ ദുഃഖധാമത്തെ മറക്കൂന്ന് പറഞ്ഞില്ലേ. ബാബ പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഇവിടെ ജീവിച്ചുകൊണ്ടും എന്ത് ചെയ്യണം? ബുദ്ധിയിൽ ഈ ഒരു കാര്യം ഇരിക്കണം. അതായത് ഞാൻ ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം രാവണ രാജ്യത്തിലേതാണ്. ആ ഒരു കാര്യം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. ഇൻ ശരീരോം കോ ദേഖ്തേ ഹെ യഹ് ബി സാരി പുരാനി ദുനിയാക്കി സാമഗ്രി ഹെ. അപ്പൊ ബാബ പറയുന്ന, നിങ്ങൾ ഈ ശരീരത്തെ കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം കാരണം നമ്മളിവിടെ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണുന്നത് ശരീരത്തെയാണ്. ബാബ പറയുന്നത് ഇതെല്ലാം ഈ പഴയ ലോകത്തിന്റെ സാമഗ്രികളാണ്. യഹ് സാരി സാമഗ്രി ഇസ് യജ്ഞമേം സ്വാഹ ഹോനി ഹേ. ബാബ പറയുന്നത് ഈ എല്ലാ സാമഗ്രികളും ഈ യജ്ഞത്തിൽ സ്വാഹ ആകേണ്ടതുണ്ട്. വഹ് പതീത് ബ്രാഹ്മൺ ലോക് യജ്ഞ രജത്തെ ഹേ തോ ഉന്മേം ജൗ തീൽ ആദി സാമഗ്രി സ്വാഹ കർത്തേ ഹേ. ബാബ പറയുന്നത്, ഇപ്പൊ ലൗകികത്തിലെ ബ്രാഹ്മണരുണ്ടല്ലോ, അപ്പൊ അവരൊരു യജ്ഞം രചിക്കുമ്പോൾ അതിലെന്തൊക്കെ സ്വാഹ ചെയ്യും? എള്ളും പൂവൊക്കെ അതില് സ്വാഹ ചെയ്യൂലോ. അതാണ് ബാബ പറയുന്നത്, യഹാം തോ വിനാശ് ഹോനാഹേ. ഇവിടെയും വിനാശം സംഭവിക്കണം. ഊഞ്ചത്തെ ഊഞ്ച് ഹേ ബാപ്പ്, പീച്ചേ ഹേ ബ്രഹ്മ ഓർ വിഷ്ണു. അപ്പൊ ബാബ പറയുന്നത് ഏറ്റവും ഉയർന്നതിലും ഉയർന്നതാരാണ്? ബാബയാണ്. പിന്നെയാണ് ബ്രഹ്മാവും വിഷ്ണുവും. ശങ്കർ കാ ഇത്തനാ കോയി പാർട്ട് ഹേ നഹി. ശങ്കരനാണെങ്കിൽ അത്രയ്ക്കധികം, അതായത് ബാബയുടെയോ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെയോ അത്രയ്ക്കും പാർട്ട് ശങ്കരനില്ല എന്ന് ബാബ പറയാം. വിനാശ് തോ ഹോനാഹി ഹേ. വിനാശം തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കണം. ബാപ്പ് തോ വിനാശ് ഉൻസെ കരാത്തെ ഹേ ജിസ് പർ കോയി പാപ് നാ ലഗേ. അതായത് ബാബ ആരിലൂടെയാണോ വിനാശം ചെയ്യിപ്പിക്കുന്നത് അതിന്റെ പാപമൊന്നും ആർക്കും ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. അഗർ കഹേ
भगवान विनाश कराता है तो उस पर दोष आ जाए, इसलिए यह सब ഡ്രാമ में नूंद है. അപ്പം ഡ്രാമ അനുസരിച്ച് ആരിലൂടെയാണോ വിനാശം ചെയ്യിക്കേണ്ടത് അവരിലൂടെ വിനാശം നടക്കും. അതുകൊണ്ട് അതിൻ്റെ ദോഷം ആരുടെ മേലുണ്ടാവില്ല. അതാണ് ബാബ പറയുന്നത്. ഇനി ബാബയാണ് വിനാശം ചെയ്യിപ്പിക്കുന്നതെങ്കിലോ ആ പാപം ബാബയുടെ മേൽ വരുമല്ലോ. അപ്പം അതാണ് ബാബ പറയുന്നത്, ഡ്രാമ അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. യഹ് ബേഹദ് കാ ഡ്രാമ ഹേ ജിസ്കോ കോയി ജാൻതേ നഹി. ഇത് പരിധിയില്ലാത്ത നാടകമാണ്, ഇത് ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. രജത ഓർ രചനാക്കോ കോയി നഹി ജാൻതേ. അതായത് രചയിതാവിനെയോ രചനയെയോ ആരും അറിയുന്നില്ല എന്ന് ബാബ പറയാം. നാ ജാൻനെ കെ കാരൺ നി ദൻ കെ ബൻ പടേ ഹേ. ബാബ പറയുന്നത് ഈ ഡ്രാമയെക്കുറിച്ചൊന്നും അറിയില്ല, രചയിതാവിനെയോ രചനയോ ഒന്നും അറിയാത്തത് കൊണ്ട് ബാബ പറയുന്നത് ദരിദ്രരായിരിക്കുന്നു എന്ന് ബാബ പറയാം. കോയി ധനി ഹേ നഹി, അതായത് നാഥനേ ഇല്ലാതായിരിക്കുന്നു. കോയി घर में बाप नहीं होता है और आपस में लड़ते हैं तो कहते हैं तुम्हारा कोई धनी नहीं के क्या. അപ്പം ബാബ പറയുന്നത് ഇപ്പോൾ വീടുകളിൽ ഇപ്പോൾ അച്ഛനില്ലാത്ത വീടാണെങ്കിൽ ബാബ പറയുന്നത് അവിടെ പരസ്പരം വഴക്കടിക്കുമ്പോൾ ആളുകൾ എന്താ പറയുക, എന്താ നിങ്ങളുടെ വീട്ടിൽ നാഥനൊന്നുമില്ലേ അങ്ങനെ ചോദിക്കും. അബി തോ കരോടോ മനുഷ്യ ഹേ ഇൻകാ കോയി ധനി ധോണി നിഹി ഹേ. അപ്പം ബാബ പറയുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിലോ കോടിക്കണക്കിന് മനുഷ്യരാണ്, ഇവർക്കൊന്നും ആരില്ല, നാഥനില്ലാതായിരിക്കുകയാണെന്ന് ബാബ പറയാം. നശേ നശേൻ മേ ലഡ്തേ രഹത്തെ ഹേ ഏക് ഹി ഘർ മേ ബച്ചേ ബാപ്പ് കെ സാത്ത് പുരുഷ് സ്ത്രീ കെ സാത്ത് ലഡ്തേ രഹത്തെ ഹേ. ബാബ പറയുന്നത് ഒരേ വീട്ടിൽ തന്നെ അച്ഛനും മക്കളും അതുപോലെ തന്നെ പുരുഷനും സ്ത്രീയും ഒക്കെ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബാബ പറയാം. ദുഃഖധാം മേം ഹേ ഹി അശാന്തി. ഈ ദുഃഖധാമത്തിൽ തന്നെയാണ് ബാബ പറയുന്നത് അശാന്തി ഉണ്ടാകുന്നത് അല്ലേ. സുഖധാമം ബാബ പറഞ്ഞു അവിടെ വളരെ സുഖമായിരിക്കും, ഇതാണ് ദുഃഖധാമം, അതായത് രാവണരാജ്യം. ഇതിൽ തന്നെയാണ് അശാന്തി എന്ന് ബാബ പറയാം. ऐसे नहीं कहेंगे ഭഗവാൻ ബാപ്പ് കോയി ദുഃഖ് രചത്തെ ഹേ. ബാബ പറയുന്നത് ഭഗവാനാണ് ഈ ദുഃഖമെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് പറയില്ല എന്ന് പറയാം. മനുഷ്യ സമജ്തേ ഹേ ദുഃഖ് സുഖ് ബാപ്പ് ഹി ദേത്തെ ഹേ പരന്തു ബാപ്പ് കബി ദുഃഖ് ദേ നാ സകേ. അപ്പം മനുഷ്യരെന്താ പറയുന്നത്, അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, ദുഃഖവും സുഖവുമെല്ലാം ബാബയാണ് നൽകുന്നത് എന്നാണ്, അതായത് ഭഗവാനാണ് നൽകുന്നത് എന്നാണ് മനുഷ്യർ കരുതിയിരിക്കുന്നത്. പക്ഷെ ബാബ പറയാണ് ബാബ ഒരിക്കലും ദുഃഖം നൽകില്ല, ബാബയ്ക്ക് ഒരിക്കലും ദുഃഖം നൽകാൻ കഴിയില്ല എന്ന് ബാബ പറയാം. ഉൻകോ കഹാ ഹി ജാതാ ഹേ സുഖ് ദാദാ തോ ഫിർ ദുഃഖ് കൈസേ ദേങ്കെ. ബാബയെ പറയുന്നത് തന്നെ എന്താണ്, സുഖദാതാവ്. അങ്ങനെയാണെങ്കിൽ ആ ബാബ എങ്ങനെ ദുഃഖം തരുന്ന് ബാബ ചോദിക്കാം. ബാപ്പ് തോ കഹത്തെ ഹേ ഹം തുംകോ ബഹുത് സുഖി ബനാത്തെ ഹേ. അപ്പം ബാബ പറയാണ് ഞാൻ നിങ്ങൾ കുട്ടികളെ വളരെയധികം സുഖികളാക്കിയിട്ടാണ് മാറ്റുന്നത്. ഏക്കുത്തോ അപ്പനേക്കോ ആത്മാ സമജോ. അപ്പം ബാബ പറയുന്നത് ഒന്നാമതായി നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മാ ഹേ അവിനാശി ശരീർ ഹേ വിനാശി. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയുമാണ്. ശരീരം നശിക്കുമല്ലോ, അതാണ് ബാബ പറയുന്നത്. ഹം ആത്മാവോം കെ രഹനെ കാ സ്ഥാൻ പരംധാം ഹേ ജിസ്കോ ശാന്തിധാം ഭി കഹാ ജാതാ ഹേ. ബാബ പറയുന്നത് നമ്മൾ ആത്മാക്കളെല്ലാം വസിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്, പരംധാമമാണ്. ആ പരംധാമത്തെ ശാന്തിധാമം എന്നുകൂടി പറയുമെന്ന് ബാബ പറയാം. യഹ് അക്ഷർ ടീക്ക് ഹേ. ഈ അക്ഷരം വളരെ ശരിയാണെന്ന് ബാബ പറയാം, അതായത് ശാന്തിധാമം. സ്വർഗക്കോ പരംധാം നെഹി കഹേങ്കെ. സ്വർഗത്തെ ഒരിക്കലും പരംധാം എന്ന് പറയില്ല. പരം മാന പരേത്തെ പരേ. അതായത് ബാബ പറയുന്നത് പരമം എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ഉയർന്നത് എന്ന അർത്ഥത്തിലാണ്. സ്വർഗത്തോ യഹാം ഹി ഹോത്താ ഹേ. ബാബ പറയുന്നത് സ്വർഗം എവിടെയാണ്, സ്വർഗം ഇവിടെ തന്നെയാണ്. അപ്പം
അപ്പൊ പരംധാം എന്ന് പറയുമ്പോൾ ഉയരത്തിലാണ്. അതാണ് ബാബ പറയുന്നത് സ്വർഗത്തെ ഒരിക്കലും പരംധാമം എന്ന് പറയാൻ കഴിയില്ല എന്ന്. മൂൽവദൻ ഹേ പരൻ പരേത്തെ പരേ ജഹാം ഹം ആത്മായേം രഹത്തി ഹേ. അപ്പൊ മൂലവദനമാണ് ഏറ്റവും ഉയർന്നത്, അവിടെയാണ് നമ്മൾ ആത്മാക്കൾ വസിക്കുന്നത്. സുഖദുഃഖ കാ പാർട്ട് തും യഹാം ബജാത്തെ ഹോ. ബാബ പറയുന്നത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആ പാർട്ട് നിങ്ങൾ ഇവിടെയാണ് കളിക്കുന്നത്, അഭിനയിക്കുന്നത് ഇവിടെയാണ് അല്ലേ. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പാർട്ട് ആത്മാക്കൾ അഭിനയിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്, ഈ കർമ്മക്ഷേത്രത്തിലാണ്. യഹുജോ കഹത്തേഹേ ഫലാന സ്വർഗ പതാര. അതായത് പറയുമല്ലോ, ഒരാൾ ശരീരം വിട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? സ്വർഗത്തിൽ പോയി എന്ന് പറയും. യഹ് ഹേ ബിൽക്കുൽ റോങ്. ഇത് തികച്ചും തെറ്റാണ് എന്ന് ബാബ പറയാ. സ്വർഗത്തോ യഹാം ഹേ നെഹി. ഇവിടെ സ്വർഗമേ ഇല്ല എന്ന് ബാബ പറയാ. അബീതോ ഹേ കലിയുഗ്. ഇത് കലിയുഗമാണ് എന്ന് ബാബ പറയാ. ഇസ് സമയ തും ഹോ സംഗം യുഗി, ബാക്കി സബ് ഹേ കലിയുഗി. അപ്പൊ ബാബ പറയാണ്, ഈ ഒരു സമയത്ത് എന്താണ്, നിങ്ങളെ ഇതിലാണ്, ഇപ്പോൾ സംഗമയുഗത്തിലാണ്. സംഗമയുഗം എന്ന് പറയുമ്പോൾ കലിയുഗത്തിന്റെ അവസാനവും സത്യയുഗത്തിന്റെ ആദ്യവും അതിനിടയിലുള്ള സമയമാണ് സംഗമയുഗം. അപ്പൊ നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ സംഗമയുഗത്തിലാണ്, ബാക്കി എല്ലാവരും എവിടെയാണ്? കലിയുഗത്തിലാണെന്ന് ബാബ പറയാം. ഏക് ഹി ഗർമേം ബാപ്പ് കലിയുഗി തോ ബച്ച സംഗമയുഗി. ബാബ പറയുന്നത് ഒരേ വീട്ടിൽ തന്നെ അച്ഛൻ കലിയുഗി ആയിരിക്കും, കുട്ടിയാണെങ്കിലോ സംഗമയുഗി ആയിരിക്കും. അതായത് അതിനർത്ഥം അച്ഛന് ജ്ഞാനം കിട്ടിയിട്ടുണ്ടാകില്ല ബാബയുടെ, കുട്ടിക്ക് ജ്ഞാനം കിട്ടിയിട്ടുണ്ടായിരിക്കും, ബാബയുടേതായി മാറിയിരിക്കും. അപ്പോൾ കുട്ടി എന്തായി മാറി? സംഗമയുഗിയായി മാറി. സ്ത്രീ സംഗമയുഗി, പുരുഷ കലിയുഗി, കിത്തന ഫർക്ക് ഹോ ജാത്താ ഹെ. അപ്പം ചില വീട്ടിൽ സ്ത്രീ, അതായത് സ്ത്രീ സംഗമയുഗിയായിരിക്കും, പുരുഷനാണെങ്കിലോ കലിയുഗിയായിരിക്കും. എത്ര വ്യത്യാസമാണ് എന്ന് ബാബ പറയാം. സ്ത്രീ ജ്ഞാൻ ലേത്തി പുരുഷ ജ്ഞാൻ നെഹി ലേത്തെ തോ ഏക് ദോ കോ സാത് നെഹി ദേത്തെ. ബാബ പറയുന്നത് സ്ത്രീ ജ്ഞാനം എടുത്തിട്ടുണ്ടായിരിക്കും, ബാബയുടെ ജ്ഞാനം എടുത്തിട്ടുണ്ടായിരിക്കും. പുരുഷനാണെങ്കിലോ ജ്ഞാനം എടുത്തിട്ടില്ല എങ്കിൽ പരസ്പരം എന്തായിരിക്കും? ഒരുമിച്ച് പോകില്ല. അതാ ബാബ പറയുന്നത്. ഗർമേം കിഡ് കിഡ് ഹോ ജാത്തി ഹേ. വീട്ടിലെന്തായിരിക്കും? പരസ്പരം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ബാബ പറയാം. സ്ത്രീ ഫൂൽ ബൻ ജാത്തി ഹേ വഹ് കാട്ടോം കാ കാട് രഹ് ജാത്താ ഹേ. സ്ത്രീ പുഷ്പമായി മാറും, പുരുഷനാണെങ്കിലോ മുള്ളിനേക്കാൾ മുള്ളായിട്ട് ഇരിക്കുന്നു ബാബ പറയാ. ഏക് ഹി ഗർമേം ബച്ച ജാൻതാ ഹേ ഹം സംഗമയുഗി പുരുഷോത്തം പവിത്ര ദേവത ബൻ രഹേ ഹേ, ലേക്കിൻ ബാപ് കഹത്തെ ഷാദി ബർബാദി കർ നർഗവാസി ബനോ. അപ്പൊ ബാബ പറയുന്നത് ഒരേ വീട്ടിൽ തന്നെ കുട്ടി മനസ്സിലാക്കും, ഞാൻ സംഗമയുഗി പുരുഷോത്തമ പവിത്ര ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കുട്ടി മനസ്സിലാക്കും. കാരണം ജ്ഞാനം കിട്ടിയിട്ടുണ്ടാകും ബാബയുടെ. പക്ഷേ അവിടെ അച്ഛൻ എന്താ പറയാ? ഇത് വിവാഹമൊക്കെ കഴിച്ച് നരകവാസിയായി മാറൂ എന്ന് അച്ഛൻ പറയും. കാരണം അച്ഛൻ അറിയില്ലല്ലോ വിവാഹം കഴിച്ചു പോകുന്നത് ഒരു നരകവാസിയായി മാറാനാണെന്നുള്ളതൊന്നും അച്ഛൻ അറിയില്ല. അപ്പം അച്ഛൻ കുട്ടികളോട് പറയും വിവാഹമൊക്കെ കഴിക്കാൻ. പക്ഷെ കുട്ടികൾ മനസ്സിലാക്കും എന്താണ്? ഞാൻ പുരുഷോത്തമ പവിത്ര ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കും. അബ് രുഹാനി ബാപ് കഹത്തെ ഹേ ബച്ചേ പവിത്ര ബനോ. ഇപ്പോൾ ആത്മീയ അച്ഛൻ നമ്മൾ കുട്ടികളോട് പറയുകയാണ്, കുട്ടികളെ നിങ്ങളിപ്പോൾ പവിത്രമായി മാറൂ. അബി കി പവിത്രത 21 ജന്മ ചലേഗി. ഈ ഒരു സമയത്ത് നിങ്ങൾ പവിത്രമായിരുന്നാൽ ആ പവിത്രത 21 ജന്മത്തേക്ക് ഉണ്ടാകുന്ന ബാബ പറയാം. യേ രാവൺ രാജഹി കലാസ് ഹോ ജാനാ ഹേ. ഈ രാവണ രാജ്യം അവസാനിക്കാൻ പോവുകയാണ്. ജിസ്സെ ദുഷ്മനി ഹോത്തി ഹേ തോ ഉൻകാ എഫിജി ജലാത്തെ ഹേന. അപ്പൊ ബാബ പറയുന്നത് ആരോടാണ് നമുക്ക് ശത്രുതയുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരുടെ കോലമെല്ലാം കത്തിക്കാറില്ലേ എന്ന് ബാബ ചോദിക്കാം. ജയ്സെ രാവൺ കോ ജലാത്തെ ഹേ. അതായത് എങ്ങനെയാണോ രാവണനെ കത്തിക്കുന്നത്, അതായത് രാവണൻ ശത്രുവാണല്ലോ. അപ്പൊ എങ്ങനെയാണോ രാവണനെ കത്തിക്കുന്നത് അതുപോലെ നമുക്ക് ആരോടാണോ ശത്രുതയുള്ളത് അവരുടെ കോലം കത്തിക്കാറില്ലേ എന്ന് ബാബ ചോദിക്കാം. തോ ദുഷ്മൻ സെ കിത്തിനി കൃണ ഹോനി ചാഹിയെ. അപ്പൊ ശത്രുവിനോട് നമുക്ക് എത്രമാത്രം വെറുപ്പുണ്ടായിരിക്കണം. പരന്തു യഹ് കിസ്കോ മാലൂം നഹി കി രാവൺ കോൻ ഹേ. പക്ഷെ ബാബ പറയുന്നത്
ഇതാർക്കും അറിയില്ല ഈ രാവണൻ എന്നത് ആരാണ്. ബഹുത്ത് ഹി ഖർച്ച് കർത്തേ ഹേ, അതായത് ധാരാളം പൈസ ചെലവാക്കുന്നു എന്ന് പറയാം. മനുഷ്യക്കോ ജലാനെ കെ ലിയേ ഇത്തനാ ഖർച്ച് നഹി കർത്തേ, ഒരു മനുഷ്യനെ കത്തിക്കാനൊന്നും ഇത്രയ്ക്കും ചെലവാക്കുന്നില്ല. അതായത് രാവണന്റെ കോലം ഉണ്ടാക്കണം, അതിന് തന്നെ പൈസ ചെലവാകുമല്ലോ, പിന്നീട് അതിനെ കത്തിക്കുന്നു, അപ്പം അവിടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. പക്ഷെ അത് അറിഞ്ഞിട്ടാണോ കത്തിക്കുന്നത്, അതും അറിയില്ല. രാവണൻ എന്താന്ന് പോലും ആരാന്ന് പോലും അറിയില്ല. അപ്പൊ ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, രാവണൻ എന്ന് പറയുന്നത് പുരുഷനിലുള്ള 5 വികാരവും സ്ത്രീയിലുള്ള 5 വികാരവുമാണ്. ആ വികാരങ്ങളെ, ആ സ്ത്രീ അവഗുണങ്ങളെയാണ് രാവണൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രാവണനെ കത്തിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് കത്തിക്കേണ്ടത്. പക്ഷെ മനുഷ്യർക്ക് അത് അറിയില്ല എന്ന് ബാബ പറയാം. മനുഷ്യക്കോ ജലാനെ കെ ലിയെ ഇത്തനാ ഖർച്ച് നഹി കർത്തേ, സ്വർഗമേ തോ ഏസി കോയി ബാത്ത് ഹോത്തി നഹി, സ്വർഗത്തിലാണെങ്കിലോ ഇങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. അതായത് സത്യയുഗത്തില്. വഹാം തോ ബിജ്ലി മേരക്ക ഓർ കഥം, അവിടെയാണെങ്കിലോ കറണ്ടിൽ വെക്കും, അവസാനിച്ചു, അത്രയേ ഉള്ളൂ. വഹാം യഹ് ക്യാൽ നഹി രഹ്താക്കി ഉൻകി മിട്ടി കാമേ മായേ, അവിടെ ഇങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരിക്കില്ല. അതായത് ഇവരുടെ ഭസ്മം, അതായത് കത്തിച്ചു കഴിഞ്ഞാൽ ചാരം ഉണ്ടല്ലോ, അത് ഉപയോഗത്തിൽ വരും എന്നുള്ള ഒരു ചിന്ത പോലും അവിടെ ഉണ്ടായിരിക്കില്ല. അതായത് സത്യയുഗത്തില്. വഹാം की तो रसम रिवाज ऐसी है जो कोई तकलीफ अथवा थकावट की बात नहीं रहती. അപ്പം അവിടുത്തെ ഓരോ രീതികൾ, അതായത് സത്യയുഗത്തിലെ, അതായത് സ്വർഗത്തിലെ രീതികൾ ഒരിക്കലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. ഇത്തനാ സുഖ് രഹ്താഹേ, അത്രയ്ക്കും സുഖമായിരിക്കും, ആർക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാകില്ല. അതായത് അവിടുത്തെ രീതികൾ, ഓരോ ഓരോ സ്ഥലത്തും ഓരോ രീതികൾ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ കലിയുഗത്തിൻ്റെ രീതികൾ നമുക്കറിയാം, പക്ഷെ ഇതായിരിക്കില്ല സത്യയുഗത്തിൽ. അവിടുത്തെ രീതികൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കില്ല എന്ന് ബാബ പറയാം. അത്രയ്ക്കും സുഖമായിരിക്കും പറയാ ബാബ. तो अब बाप समझाता है മാമേകം യാദ് കർണേക്ക പുരുഷാർത്ഥ കരോ. അപ്പം ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, എന്നെ ഓർമ്മിക്കൂ, അതായത് സ്വയം ആത്മാവാണെന്ന്. നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണ്. അപ്പം നമ്മൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി നമ്മുടെ അച്ഛനായ പരമാത്മാവിനെ ഓർമ്മിക്കൂ, അതിനുള്ള ആ ഒരു പുരുഷാർത്ഥം ഇപ്പോൾ ചെയ്യൂ എന്ന് ബാബ മനസ്സിലാക്കി തരാ കുട്ടികൾക്ക്. യഹ് യാദ് കർണേ കി ഹി യുദ്ധ ഹേ, ഈ ഓർമ്മ ചെയ്യുന്നതിന് തന്നെയാണ് യുദ്ധം എന്ന് പറയാ ബാബ. കാരണം സ്വയാത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കാനിരിക്കുമ്പോഴാണ് യുദ്ധം നടക്കുക. യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അവഗുണങ്ങൾ, അതും നല്ല ഗുണങ്ങളുണ്ട്, രണ്ടും തമ്മിലുള്ള യുദ്ധം നടക്കും. അതുപോലെ ബാബയെ ഓർമ്മിക്കുന്നതിന് പകരം വേറെ കുറേ കാര്യങ്ങൾ ഓർമ്മ വരും, ബുദ്ധി അലയും. അപ്പം അതാ ബാബ പറയുന്നത്, ഈ ഓർമ്മ ചെയ്യുന്നതിൽ തന്നെയാണ് യുദ്ധമുണ്ടാകുക എന്ന്. बाप बच्चों को समझाता रहते हैं, मीठे बच्चे अपने ऊपर अटेंशन का पहरा देते रहो. അപ്പം ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, മധുരമായ കുട്ടികളെ, സ്വയത്തിൻ്റെ മേല് നിങ്ങൾ അറ്റൻഷൻ ആകുന്ന കാവൽക്കാരനെ വെക്കൂ. മായ കഹാം നാക്ക് കാൻ കാട്ട് നാ ജായേ ക്യോംകി ദുഷ്മൻ ഹേന, മായ ഒരിക്കലും നിങ്ങളുടെ ചെവിയോ നാക്കോ ഒന്നും മുറിക്കരുത്. കാരണം ബാബ പറയുന്നത് എന്താണ്, മായ വളരെ ശത്രുവാണ്. അപ്പം ചെവിയും നാക്കും മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ അർത്ഥം, നമ്മൾ നമ്മളുടെ വായിലൂടെ വരുന്ന വാക്കുകൾ, തെറ്റായ വാക്കുകൾ വരാതിരിക്കുക, അതുപോലെ തെറ്റായ കാര്യങ്ങൾ കേൾക്കാണ്ടിരിക്കുക. അപ്പം തെറ്റായ കാര്യം കേൾക്കുക, തെറ്റായ വാക്കുകൾ പറയുക എന്ന് പറയുന്നതാണ് മായ വരികയാണ്. അപ്പോഴാണ് നമ്മളിൽ നിന്ന് തെറ്റ് വരുന്നത്. അപ്പം അങ്ങനെ വരരുതെന്ന് ബാബ പറയാം, കാരണം മായ ശത്രുവാണ്. तुम बाप को याद करते हो और माया तूफान में उड़ा देती है, इसलिए बाबा कहते हैं हर एक को सारे दिन का चार्ट लिखना चाहिए कि कितना बाप को याद किया, कहाँ मन भागा. അപ്പോൾ ബാബ പറയാണ്, മായ നിങ്ങളെ, ബാബയെ ഓർമ്മിക്കാനിരിക്കുമ്പോൾ മായ എന്ത് വരും, കൊടുങ്കാറ്റും കൊണ്ടുവരും. അപ്പം ബാബ പറയുന്നത്, അതുകൊണ്ടാണ് ബാബ നമ്മൾ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഓരോ കുട്ടികളും ദിവസം മുഴുവനുള്ള ചാർട്ട് എഴുതൂ. അതായത് ഞാൻ എത്രമാത്രം ബാബയുടെ ഓർമ്മയിലിരുന്നു, എത്രമാത്രം എൻ്റെ ബുദ്ധി, എൻ്റെ മനസ്സ് അലഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം എഴുതാൻ പറയാണ് ബാബ.
ഡയറി മേ നോട്ട് കരോ കിത്തന സമയ് ബാപ്പ് കോ യാദ് കിയ. നിങ്ങൾ ഡയറിയിൽ നോട്ട് ചെയ്യൂ, അതായത് എത്ര സമയം ഞാൻ ബാബയെ ഓർമ്മിച്ചു. ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ പറയാണ് ബാബ. अपनी जांच करनी चाहिए तो माया भी देखेंगी यह तो अच्छा बहादुर है अपने पर अच्छा അറ്റൻഷൻ രഖ്തേ ഹേ. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ സ്വയത്തിന് മേൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാം ബാബ. അങ്ങനെയാണെങ്കിൽ മായയ്ക്ക് മനസ്സിലാകുമെന്ത്, ഇവര് വളരെ നല്ല സമർത്ഥനാണല്ലോ, സ്വയത്തിന്റെ മേൽ വളരെ നല്ല രീതിയിൽ അവർ അറ്റൻഷൻ വെക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കും ബാബ. കാരണം അതാണ് ബാബ പറയുന്നത്, നമ്മൾ അറ്റൻഷൻ വെക്കുമ്പോൾ നമ്മളുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാകും അല്ലേ. അപ്പോഴാണ് പിന്നെ നമുക്കത് ഓർമ്മ വരാം, തെറ്റ് വരാൻ പാടില്ല, ആ ഒരു ചിന്ത നമുക്ക് വരും. പക്ഷേ ഇത് നമ്മൾ ചാർട്ട് വെക്കുന്നില്ലെങ്കിൽ നമ്മൾ അറിയില്ല എത്രമാത്രം നമ്മളിൽ നിന്ന് തെറ്റായ വാക്കുകൾ വന്നിട്ടുണ്ട്, തെറ്റായ കർമ്മങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത് നിങ്ങൾ ചാർട്ട് വെക്കൂ. ചാർട്ട് വെക്കുന്നതിലൂടെയാണ് നമ്മളുടെ പരിവർത്തനം സംഭവിക്കുക, ചേഞ്ച് വരിക അപ്പോഴാണ്. അപ്പം മായയ്ക്ക് മനസ്സിലാകും, ഇവരുടെ ഇവരുടെ മേൽ ഇവർക്ക് വളരെ നല്ല രീതിയിൽ അറ്റൻഷൻ ഉണ്ട് എന്ന് മായി മനസ്സിലാക്കും. പൂര പഹര രഖ്നാ ഹേ, അതായത് ബാബ പറയുന്നത് പൂർണ്ണമായും നിങ്ങൾ കാവൽ വേണം, അതായത് സ്വയത്തിന് മേൽ അറ്റൻഷൻ വേണം. അബി തും ബച്ചോം കോ ബാപ് ആക്കർ പരിചയ ദേത്തെ ഹേ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബാബ വന്നിട്ട് പരിചയം തന്നു കഴിഞ്ഞു. കഹത്തെ ഹേ ബൽ ഗർബാർ സംഭാലോ സിർഫ് ബാപ്പ് കോ യാദ് കരോ. അപ്പോൾ ബാബ പറയുന്നത് എന്താണ്, നിങ്ങൾ കേവലം എന്നെ ഓർമ്മിക്കൂ. പക്ഷെ ബാബ പറയുന്നത് വീടും സംരക്ഷിക്കണം അല്ലേ. ഗൃഹസ്ഥത്തിലിരിക്കുന്നവർക്ക് വീട് സംരക്ഷിക്കണം. പക്ഷെ ബാബ പറയുന്നത് നിങ്ങൾ കേവലം ബാബയെ ഓർമ്മിക്കൂ, അത്ര മാത്രമേ ബാബ പറയുന്നുള്ളൂ. യഹ് കോയി ഉൻ സന്യാസിയോ മുവാഫിക് നഹി ഹേ. ഇപ്പൊ ബാബ പറയുന്നത് ബാബ എന്ന് പറയുന്നത് സന്യാസിമാരെ പോലെയൊന്നുമല്ല എന്ന് പറയാം. വഹ് ബീക്ക് പർ ചൽത്തേ ഹേ ഫിർ ബി കർമ്മ തോ കർണാ പഡ്താ ഹേന. ബാബ പറയുന്നത് സന്യാസിമാര് ഭിക്ഷ യാചിച്ചൊക്കെ നടക്കുമല്ലോ, പക്ഷെ അവർക്ക് കർമ്മം എന്തായാലും ചെയ്യേണ്ടതുണ്ട്. തും ഉൻകോ ഭി കഹ് സക്തേ ഹോ കി തും ഹഠയോഗി ഹോ രാജयोग സിക്കലാനെ വാല ഏക് ഹി ഭഗവാൻ ഹേ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പൊ സന്യാസിമാരോട് നിങ്ങൾക്ക് പറയാൻ കഴിയും, അതായത് നിങ്ങൾ ഹഠയോഗികളാണ്. രാജയോഗം പഠിപ്പിക്കുന്നത് ഒരേയൊരു ബാബയാണ്, ഭഗവാനാണ്. ഈ ഒരു കാര്യം നിങ്ങൾ കുട്ടികൾക്ക് സന്യാസിമാരോട് പറയാൻ കഴിയുമെന്ന് ബാബ പറയാം. അബീത്തും ബച്ചേ സംഗം പർഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികള് സംഗമത്തിലാണ് എന്ന് ബാബ പറയാ. ഇസ് സംഗമ യുഗ കോ ഹി യാദ് കർണാ പടേ. ഈ സംഗമ യുഗത്തെ തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ടത് എന്ന് ബാബ പറയാ. ഹം അഭി സംഗം യുഗ് പർ സർവോത്തം ദേവത ബൻതേ ഹേ. അപ്പൊ ബാബ പറയാണ്, ഇപ്പോ നിങ്ങൾ കുട്ടികള് ഈ സംഗമ യുഗത്തില് സർവോത്തമ ദേവതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബാബ നമുക്ക് ജ്ഞാനം തന്നു കഴിഞ്ഞു. അപ്പൊ ബാബയുടെ ഓർമ്മയിലൂടെ നമ്മൾ വികർമ്മം വിനാശം ചെയ്ത് നമ്മൾ എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ദേവതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ബാബ പറയാ. ഹം ഉത്തം പുരുഷ് അർത്ഥാത് പൂജ്യ ദേവതാ ധേ അബ് കനിഷ്ഠ ബൻ പടേ ഹേ. ബാബ പറയാണ്, അതായത് നമ്മൾ ഉത്തമ പുരുഷരായിരുന്നു, അതായത് പൂജ്യ ദേവതയായിരുന്നു, ഇപ്പം എന്തായി മാറി, കനിഷ്ഠരായി മാറിയെന്ന് പറയാ ബാബ. കോയി കാം കെ നഹി രഹേ, അതായത് ഉപയോഗമേ ഇല്ലാതായിരിക്കുന്നു എന്ന് പറയാ ബാബ. അബ് ഹം ക്യാ ബൻതേ ഹേ. മനുഷ്യ ജിസ് സമയ് ബാരിസ്ട്രി ആദി പഠിത്തേ ഹേ ഉസ് സമയ് മർത്തബ നഹി മിൽത്താ. ഇപ്പൊ നമ്മൾ എന്തായിട്ട് മാറുകയാണെന്ന് ബാബ ചോദിക്കുക. അതായത് മനുഷ്യര് ബാരിസ്ട്രി വക്കീലിന് ഉള്ള വക്കീൽ ഭാഗം പഠിക്കുമല്ലോ, ആ സമയത്ത് ബാബ പറയുന്നത് പഠിക്കുന്ന സമയത്ത് അവർക്ക് പദവിയൊന്നും ലഭിക്കില്ല. ഇംതഹാം പാസ് കിയ മർത്തബയ്ക്ക് ടോപ്പി മിലി. പരീക്ഷ പാസ്സായതിനു ശേഷമാണ് അവർക്ക് പദവിയുടെ ട്രോഫി ലഭിക്കുക. പഠിക്കുന്ന സമയത്ത് ലഭിക്കില്ലല്ലോ, പരീക്ഷ പാസ്സാകണം, അപ്പോഴാണ് അവർക്ക് ട്രോഫി, അതായത് ആ പദവിയുടെ ട്രോഫി കിട്ടാന്ന് ബാബ പറയാം. ജാക്കർ ഗവൺമെന്റ് കി സർവീസ് മേ ലഗേങ്കെ, അതായത് പിന്നീട് പോയവര് ഗവൺമെന്റിന്റെ സർവീസ് ചെയ്യുമെന്ന് ബാബ പറയാം.
अभी तुम जानते हो हमको ऊंचे ते ऊंच भगवान पढ़ाते हैं तो जरूर ऊंचे ते ऊंच पद भी देंगे. ഇപ്പൊ നമ്മൾ കുട്ടികൾക്കറിയാം നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഉയർന്നതിലും ഉയർന്ന പദവി തരുക തന്നെ ചെയ്യും ഭഗവാൻ. യഹ് എയിം ഒബ്ജക്റ്റ് ഹെ, ഇതാണ് നമ്മുടെ എയിം ഒബ്ജക്റ്റ്, ലക്ഷ്യം ഇതാണെന്ന് ബാബ പറയാം. अब बाप कहते हैं मामेगम याद करो मैं जो हूँ जैसा हूँ സോ സമജാ ദിയാ ഹെ. ഇപ്പൊ ബാബ നമ്മൾ കുട്ടികളോട് പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ എന്താണോ എങ്ങനെയാണോ അത് ശരിയായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അറിവ് തന്നു കഴിഞ്ഞു. ആത്മാവോം കാ ബാപ്പ് ഹെ ബിന്ദി ഹോം मेरे में सारा ज्ञान है तुमको भी पहले यह ज्ञान थोड़े ही दा कि ആത്മാ ബിന്ദി ഹേ. ബാബ പറയാണ്, ആത്മാക്കളുടെ അച്ഛൻ എന്താണ്? ബിന്ദു സ്വരൂപനാണ്. ഈ ബിന്ദു സ്വരൂപനിൽ തന്നെയാണ് മുഴുവൻ ജ്ഞാനവുമുള്ളത്. നിങ്ങൾക്കും ഈ അറിവ് ഉണ്ടായിരുന്നില്ല ആദ്യം, അതായത് ആത്മാവ് ബിന്ദു സ്വരൂപമാണെന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് ബാബ പറയാം. അതാരാ നമുക്ക് തന്നത്? ബാബയാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. നിങ്ങൾ ഓരോരുത്തരും ആത്മാക്കളാണ്. ആത്മാവിൻ്റെ രൂപം എന്താണ്? ബിന്ദു സ്വരൂപം, പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം ബാബയാണ് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നത്. അല്ലാതെ ബാബ പറയുന്നത് മുൻപ് നിങ്ങൾക്ക് ഈ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഉന്മേം സാര 84 ജന്മോം കാ പാർട്ട് അവിനാശി നൂന്താ ഹുവാ ഹെ. ബാബ പറയുന്നത് ബാബയില് മുഴുവൻ 84 ജന്മത്തിൻ്റെ അവിനാശിയായിട്ടുള്ള പാർട്ട് അടങ്ങിയിരിക്കുന്നു എന്ന് ബാബ പറയാം. അതായത് ആത്മാവിൽ, ഓരോ ആത്മാവിലും 84 ജന്മത്തിൻ്റെ പാർട്ട് അവിനാശിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് വിനാശം സംഭവിക്കില്ല. അതായത് ആത്മാവിൽ എന്താണോ പാർട്ടുള്ളത്, ഇപ്പം എത്ര ജന്മം എടുക്കണം എന്നുള്ള പാർട്ട് ഓരോ ആത്മാവിലും അടങ്ങിയിട്ടുണ്ട്. അത് ദേവതമാരിലാണെങ്കിൽ 84 ജന്മത്തിൻ്റെ പാർട്ടുണ്ടായിരിക്കും. കാരണം അവർ സത്യയുഗത്തിൻ്റെ ആദ്യം മുതലേ വരുന്നവരാണല്ലോ. അപ്പം അവരിൽ 84 ജന്മത്തിൻ്റെ പാർട്ട് അടങ്ങിയിരിക്കും. അതുപോലെ ഓരോ ആത്മാക്കളിലും അവരെപ്പോഴാണോ ഇവിടെ പാർട്ട് അഭിനയിക്കാൻ വരുന്നത് അത് മുതൽ അവസാനം വരെയുള്ള പാർട്ട് ആ ആത്മാവിലുണ്ടായിരിക്കും. അതൊരിക്കലും വിനാശം സംഭവിക്കില്ല എന്ന് ബാബ പറയാം. കൽപ്പകൽപ്പം അത് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കും. ക്രൈസ്റ്റ് പാർട്ട് ബജാക്കർ ഗയേ ഹേ ഫിർ ജരൂർ ആയേങ്കെ തോ സഹി ഹേന. ബാബ പറയുന്നത് ക്രൈസ്റ്റിൻ്റെ പാർട്ട് അഭിനയിച്ചു പോയി, ഇനി വീണ്ടും വരും. ക്രൈസ്റ്റ് കെ അബി സബ് ജായേങ്കെ ക്രൈസ്റ്റ് കി ആത്മാ ബി അബി തമോ പ്രധാൻ ഹോഗി. അപ്പോൾ ക്രൈസ്റ്റ് വന്ന് എന്താണ് ക്രൈസ്റ്റിൻ്റെ ജോലി ചെയ്ത് ആ ധർമ്മം സ്ഥാപിച്ചിട്ട് ക്രൈസ്റ്റ് പോയി. അപ്പോൾ ക്രൈസ്റ്റ് പോയി എന്ന് പറയുമ്പോൾ എന്താണ്? ക്രൈസ്റ്റ് പോയി പിന്നെ അടുത്ത ജന്മം എടുക്കുകയാണ് ആ ആത്മാവ്. അപ്പോൾ ബാബ പറയുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ക്രൈസ്റ്റിൻ്റെ ആത്മാവും തമോ പ്രധാനമായി മാറിയിരിക്കുന്നു. ജോ ബി ഊഞ്ചത്തെ ഊഞ്ച് ധർമ്മസ്ഥാപക് ഹേ വഹ് അബ് തമോ പ്രധാൻ ഹേ. അപ്പം ബാബ പറയുന്നത് ആരൊക്കെയാണോ എന്താണ് ധർമ്മസ്ഥാപകരായിട്ടുണ്ടായിരുന്നത് അവരെല്ലാവരും ഇപ്പോൾ എന്തായി മാറി? തമോ പ്രധാനമായിട്ട് മാറി എന്ന് ബാബ പറയാം. യഹ് ബി കഹത്തെ ഹേ മേ ബഹുത് ജന്മോം കെ അന്ത് മേം തമോ പ്രധാൻ ബന അബ് ഫിർ സദോ പ്രധാൻ ബൻതേ ഹേ. അതിങ്ങനെയും പറയുന്നുണ്ടല്ലോ, അതായത് ഒരുപാട് ജന്മങ്ങൾക്കു ശേഷം അവസാന ജന്മത്തിൽ ഞാൻ തമോ പ്രധാനമായിട്ട് മാറിയിരിക്കുകയാണ്, ഇപ്പോൾ വീണ്ടും സദോ പ്രധാനമായിട്ട് മാറുകയാണ്. തതത്വം അല്ലേ? അപ്പം എങ്ങനെയാണോ ആയിരുന്നത് അത് വീണ്ടും ആകാൻ പോവുകയാണ്. അപ്പം ആദ്യം സദോ പ്രധാനമായിരുന്നു, പിന്നീട് ജന്മങ്ങൾ എടുത്തെടുത്ത് എന്തായി മാറി? തമോ പ്രധാനമായിട്ട് മാറി. ഇപ്പോൾ വീണ്ടും എന്തായി മാറാൻ പോവുകയാണ്? സദോ പ്രധാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറയാം. തും ജാൻതേ ഹോ ഹം അബി ബ്രാഹ്മൺ ബനെ ഹേ ദേവത ബന്നെ കെ ലിയേ. അപ്പം ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പം അറിയാം നമ്മൾ ബ്രാഹ്മണരായി മാറിക്കഴിഞ്ഞു. എന്തിനു വേണ്ടി? ദേവതയായിട്ട് മാറുന്നതിന് വേണ്ടി. അപ്പം ദേവതയായിട്ട് മാറണമെങ്കിൽ ആദ്യം ആരായിട്ട് മാറണം? ബ്രാഹ്മണനായിട്ട് മാറണം. അതാ ബാബ പറയുന്നത്. വിരാട് രൂപം കെ ചിത്ര കാ അർത്ഥ കോയി നെഹി ജാൻതേ. ബാബ പറയുന്നത്
വിരാട രൂപത്തിന്റെ ചിത്രം ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം ആർക്കും അറിയില്ല എന്ന് ബാബ പറയാ. അബി തും ബച്ചെ ജാൻതേ ഹോ ആത്മാ സ്വീറ്റ് ഹോം മേ രഹതി ഹേ തോ പവിത്ര ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം, അതായത് ആത്മാവ് സ്വീറ്റ് ഹോം, അതായത് ബാബ പറഞ്ഞില്ലേ ആത്മാക്കളുടെ വീട് എവിടെയാണ്? ശാന്തിധാം. ആ ശാന്തിധാമത്തില് ആത്മാക്കൾ ഇരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? പവിത്രമായിരുന്നു. യഹാം ആനേസെ പതീത് ബനീഹെ. ഇവിടെ വന്നതിനു ശേഷമാണ് ആത്മാക്കള് പതീതമായി മാറിയത്. അതും തുടക്കത്തിലല്ല, പിന്നീട് ജന്മം എടുത്തെടുത്തിട്ടാണ് ആത്മാവ് പതീതമായിട്ട് മാറുന്നത്. തബ് കഹത്തെ ഹേ ഹേ പതീത് പാവൻ ആകർ ഹംകോ പവിത്ര ബനാവോ തോ ഹം അപ്നെ ഘർ മുക്തിധാം മേം ജായേ. അതുകൊണ്ടാണ് ആത്മാവിന് മനസ്സിലായി ആത്മാവ് പതീതമായെന്ന്. അതുകൊണ്ട് തന്നെയാണ് ആത്മാക്കള് വിളിക്കുന്നത് പരമാത്മാവിനെ, അതായത് പരമാത്മാവ് പതീത പാവന വരൂ, വന്ന് ഞങ്ങളെ പവിത്രമാക്കി മാറ്റൂ, എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടായ മുക്തിധാമത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ആരാണ്? ആത്മാക്കൾ തന്നെയാണെന്ന് ബാബ പറയാം. യഹ് ബി പോയിന്റ്സ് ധാരണ കർണേ കെ ലിയേ ഹേ. ഈ പോയിന്റ്സ് എല്ലാം ധാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ബാബ മനസ്സിലാക്കി തരാണ്. മനുഷ്യ നഹി ജാൻതേ മുക്തി ജീവൻ മുക്തി ധാം കിസ്കോ കഹാ ജാതാ ഹേ. ബാബ പറയാണ്, മനുഷ്യർക്ക് ഇതും അറിയില്ല, അതായത് മുക്തി ജീവൻ മുക്തി ധാം എന്ന് പറയുന്നത് എന്തിനെയാണ്, അത് മനുഷ്യർക്ക് അറിയില്ല. മുക്തിധാമക്കോ ശാന്തിധാം കഹാ ജാതാ ഹേ, ജീവൻ മുക്തിധാമക്കോ സുഖധാം കഹാ ജാതാ ഹേ. ബാബ മനസ്സിലാക്കി തരാണ്, മുക്തിധാം എന്ന് പറയുന്നത് എന്തിനെയാണ്? ശാന്തിധാമത്തെ, അതായത് ആത്മാക്കളുടെ വീടിനെയാണ് മുക്തിധാമം എന്ന് പറയാം. ജീവൻ മുക്തിധാമം എന്ന് എന്തിനെയാ പറയാ? സുഖധാമത്തെയാണ്, അതായത് സത്യയുഗം, സ്വർഗം, അതിനെയാണ് ജീവൻ മുക്തിധാമം എന്ന് പറയാം. യഹാം ഹേ ദുഃഖ കാ ബന്ധൻ. ഇവിടെയാണെങ്കിലോ ദുഃഖത്തിന്റെ ബന്ധനമാണെന്ന് ബാബ പറയാ. ജീവൻ മുക്തി കോ സുഖ കാ സംബന്ധ കഹേങ്കെ. ജീവൻ മുക്തി അതായത് സ്വർഗത്തെ എന്ത് പറയും? സുഖത്തിന്റെ സംബന്ധം എന്നാണ് പറയുക. ഇവിടെ ദുഃഖത്തിന്റെ ബന്ധനമാണ്, പക്ഷെ സത്യയുഗത്തിൽ അതായത് സ്വർഗത്തില് ജീവൻ മുക്തി ധാമത്തിൽ എന്താണ്? സുഖത്തിന്റെ സംബന്ധമാണ്. അബ് ദുഃഖ കാ ബന്ധൻ ദൂർ ഹോ ജായേഗ. ഇപ്പോ ഈ ദുഃഖത്തിന്റെ ബന്ധനമെല്ലാം ദൂരെയാകുമെന്ന് ബാബ പറയാ. ഹം പുരുഷാർത്ഥ് കർത്തേ ഹേ ഊഞ്ച് പദ് പാനെ കെ ലിയേ. അപ്പൊ ബാബ പറയാണത്, നമ്മൾ പുരുഷാർത്ഥം ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ട്? ഉയർന്ന പദവി നേടുന്നതിനായിട്ട്. തോ യഹ് നശാ ഹോന ചാഹിയേ. അതുകൊണ്ട് നിങ്ങൾക്ക് ലഹരി ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. ഹം അഭി ശ്രീമത്ത് പർ അപ്ന രാജ്യഭാഗ്യ സ്ഥാപൻ കർ രഹേ ഹേ. ബാബ പറയുന്നത്, നമ്മൾ ഇപ്പോൾ ശ്രീമതമനുസരിച്ച് നമ്മളുടെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹം ബി ഉൻകോ ഫോളോ കരേങ്കെ. ജഗദംബ നമ്പർ 1 മേ ജാത്തി ഹേ. ബാബ പറയുന്നത് ജഗദംബ നമ്പർ 1 ആയിട്ടാണ് പോകുന്നത്. ആ ജഗദംബയെ നമ്മളിപ്പോൾ ഫോളോ ചെയ്യണം. जो बच्चे अभी मात पिता के दिल पर चढ़ते हैं वही भविष्य में തക്ത് നശീൻ ബനേങ്കെ. ബാബ പറയുന്നത്, ഏത് കുട്ടികളാണോ ഇപ്പോൾ മാതാപിതാവിന്റെ ഹൃദയത്തിൽ കയറുന്നത് അവരാണ് ഭാവിയിൽ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് ബാബ പറയാം. ദിൽ പർ വഹ് ചढ़ते जो दिन रात सर्विस में बिजी रहते हैं. ബാബ പറയുന്നത്, ഹൃദയത്തിൽ ആരാണ് കയറുക? മാതാപിതാവിന്റെ ഹൃദയത്തിൽ ആരാണ് കയറുക? ആരാണോ രാത്രിയും പകലും സേവനത്തിൽ ബിസി ആയിരിക്കുന്നത്. ബാബയുടെ സേവനത്തിൽ ആരാണോ രാത്രിയും പകലും ബിസി ആയിരിക്കുന്നത് അവരാണ് മാതാപിതാവിന്റെ ഹൃദയത്തിൽ കയറുക. മാതാപിതാവിന്റെ ഹൃദയത്തിൽ കയറുന്നവരാണ് ഭാവിയിൽ സിംഹാസനധാരിയുമായിട്ട് മാറുക എന്ന് ബാബ മനസ്സിലാക്കി തരാണ്. സബ്കോ പൈഗാം ദേനാ ഹേ കി ബാപ്പ് കോ യാദ് കരോ. ബാബ പറയുന്നത്, നിങ്ങൾ എല്ലാവർക്കും ഈ സന്ദേശം കൊടുക്കണം. അതായത് എന്ത് സന്ദേശം? ബാബയെ ഓർമ്മിക്കൂ എന്ന സന്ദേശം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണമെന്ന് ബാബ പറയാം. പൈസ കൗടി കുച്ച് ബി ലേന കാ നഹി ഹേ. നിങ്ങൾ പൈസ അത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിക്കരുതെന്ന് ബാബ പറയാം. വഹ് സമജ്തേ ഹേ യഹ് രാഖി ബാന്ധനെ ആത്തി ഹേ കുച്ച് ദേനാ പടേക. അപ്പൊ ലോകരെന്താ മനസ്സിലാക്കുക?
ഇവര് രാഖി ബന്ധിക്കാൻ ഒക്കെ വരും, അപ്പം എന്തെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് കരുതും. ബോലോ ഹംകോ ഓർ കുച്ച് ചാഹിയേ നഹി, സിർഫ് 5 വികാരോം കാ ദാൻ ദോ. ബാബ എന്താ പറയുന്നത്? അവരോട് നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല, കേവലം ഈ 5 വികാരങ്ങളെ ദാനം ചെയ്യൂ. അതാണ് പറയേണ്ടതെന്ന് പറയാ ബാബ. യഹ് ദാൻ ലേനെ ലിയേ ഹം ആയേ ഹെ, ഇസ്ലിയേ പവിത്രതാ കി രാഖി ബാന്ധേ ഹെ. ബാബ പറയാണ്, ഇപ്പം നമ്മൾ എന്താ പറയേണ്ടത് മറ്റുള്ളവരുടെ അടുത്ത്? ഈ ദാനം, അതായത് ഈ ദാനം എടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഏത് ദാനം? 5 വികാരങ്ങളുടെ ദാനം. അതെടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് പൈസയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഈ ഇത് തന്നെയാണ് നിങ്ങളെ പവിത്രതയുടെ രാഖി, ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പവിത്രതയുടെ രാഖി ബന്ധിക്കാനായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ വികാരങ്ങളുടെ ദാനമാണ് മേടിക്കേണ്ടത്. കാരണം മറ്റുള്ളവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം, ദാനം എന്ന് പറയുന്നത് എന്തിനെയാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്, മാറ്റേണ്ടത് എന്തിനെയാണ്? നമ്മളിലുള്ള 5 വികാരങ്ങളെ, ആ വികാരങ്ങളെ കൊടുക്കുക. അതിനാണ് ഈ പവിത്രതയുടെ രാഖി ബന്ധിക്കുന്നത്, അതായത് പവിത്രമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബാപ്പുക്കോ യാദ് കരോ പവിത്ര ബനോ തോ യഹ് ബനേങ്കെ. ബാബ പറയുന്നത്, ബാബയെ ഓർമ്മിക്കൂ, പവിത്രമായിട്ടിരിക്കൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരായി മാറും? ദേവതയായിട്ട് മാറുമെന്ന് ബാബ പറയാം. ബാക്കി ഹം പൈസ കുച്ച് ബി നഹി ലേ സക്തേ ഹേ, അല്ലാതെ നമ്മൾ വേറെ പൈസയോ മറ്റുള്ള കാര്യങ്ങളൊന്നും മേടിക്കേണ്ടതില്ല, അത് മേടിക്കാനും കഴിയില്ല എന്ന് ബാബ പറയാം. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? മറ്റുള്ളവരോട് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താണ്? നിങ്ങൾ 5 വികാരങ്ങളെ ദാനം ചെയ്യൂ. ഹം വഹ് ബ്രാഹ്മൺ നഹി ഹെ, അതായത് മറ്റുള്ള രീതിയിലുള്ള ബ്രാഹ്മണരല്ല ഞങ്ങളെന്ന് മനസ്സിലാക്കി കൊടുക്കണം. സിർഫ് 5 വികാരോം കാ ദാൻ ദോ തോ ഗ്രഹൺ ചൂട്ടേ. ബാബ പറയുന്നത്, നിങ്ങൾ കേവലം ഈ 5 വികാരങ്ങളെ ദാനം നൽകൂ, അങ്ങനെയാണെങ്കിൽ ഗ്രഹണം മാറും. അബി കോയി കലാ നഹി രഹി, ഇപ്പം നിങ്ങളിൽ യാതൊരു കലകളുമില്ല, അതായത് ഗുണങ്ങളോ ശക്തികളോ ഒന്നും തന്നെ ഇല്ല എന്ന് ബാബ പറയാം. സബ് പർ ഗ്രഹൺ ലഗാ ഹുവാ ഹേ, എല്ലാവരെയും ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ് എന്ന് ബാബ പറയാ. തും ബ്രാഹ്മൺ ഹോന, നിങ്ങൾ ബ്രാഹ്മണരല്ലേ. ജഹാംബി ജാവോ ബോലോ ദേ ദാൻ തോ ചൂട്ടേ ഗ്രഹൺ, നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങൾ ഇങ്ങനെ പറയൂ, ദാനം തരൂ, ഗ്രഹണം അവസാനിപ്പിക്കൂ. അതായത് ബാബ എന്താ പറയുന്നത്? എന്ത് ദാനം നൽകാനാണ് പറയേണ്ടത്? 5 വികാരങ്ങളെ. അതിനെയാണല്ലോ രാവണൻ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ദാനം നൽകൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹണം മാറും. പവിത്ര ബനോ, പവിത്രമായിട്ട് മാറൂ. വികാർമേം കബി നഹി ജാന, വികാരത്തിൽ നിങ്ങൾ ഒരിക്കലും പോകരുതെന്ന് ബാബ പറയാ. ബാപ്പുക്കോ യാദ് കരേങ്കേ തോ വികർമ്മ വിനാശ് ഹോങ്കെ ഓർ തും ഫൂൽ ബൻ ജായേങ്കെ. അപ്പം ബാബ പറയാണ്, ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മമെല്ലാം വിനാശമാകും ചെയ്യും, നിങ്ങൾ ആരായി മാറും? പുഷ്പമായിട്ട് മാറുമെന്ന് ബാബ പറയാം. തും ഹി ഫൂൽ ദേ ഫിർ കാട്ടെ ബനേ ഹോ, നിങ്ങളും എന്തായിരുന്നു? പുഷ്പമായിരുന്നു, പിന്നീട് നിങ്ങൾ എന്തായി മാറി? മുള്ളായി മാറി. 84 ജന്മ ലേത്തെ ലേത്തെ ഗിർത്തേ ഹി ആയേ ഹോ, നിങ്ങൾ 84 ജന്മം എടുത്തെടുത്ത് താഴേക്ക് വീണുകൊണ്ടിരുന്നു എന്ന് പറയാം ബാബ. അതായത് നമ്മളും പുഷ്പമായിരുന്നു, പിന്നീട് ജന്മങ്ങൾ എടുത്തെടുത്തിട്ടാണ് നമ്മൾ എന്തായി മാറിയത്? മുള്ളായി മാറിയതെന്ന് ബാബ പറയാം. അബ് വാപ്പസ് ജാനാഹേ, ഇപ്പോൾ തിരിച്ചു പോകേണ്ടതുണ്ട്. ബാബാനെ ഡയറക്ഷൻ ദിയാഹേ ഇൻദ്വാര, ബാബ നമുക്ക് ഓരോ നിർദ്ദേശം തരുകയാണ് ഇവരിലൂടെ, അതായത് ബ്രഹ്മാവിലൂടെ നമുക്ക് ബാബ ഡയറക്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. വഹ് ഹേ ഊഞ്ചത്തെ ഊഞ്ച് ഭഗവാൻ, അതായത് നമുക്ക് ഡയറക്ഷൻ തരുന്ന ബാബ ആരാണ്? ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ഉൻകോ ശരീർ നഹി ഹേ, ഭഗവാന് ശരീരമില്ല. അച്ഛ ബ്രഹ്മ വിഷ്ണു ശങ്കർക്കോ ശരീർ ഹേ, ബാബ ചോദിക്കാണ്, ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാർക്ക് ശരീരമുണ്ടോ? തും കഹേങ്കെ ഹാ സൂക്ഷ്മ ശരീർ ഹേ, അപ്പം നമ്മൾ എന്താ പറയാ? ഉണ്ട് ബാബ, അതായത് സൂക്ഷ്മ ശരീരമുണ്ടെന്ന് പറയും. പരന്തോ വഹ് മനുഷ്യോം കി സൃഷ്ടി തോ നഹി ഹേ, ബാബ പറയുന്നത് പക്ഷെ അവര് മനുഷ്യ സൃഷ്ടിയല്ല എന്ന് ബാബ പറയാം. ഖേൽ സാരായഹാം ഹേ, കളികളെല്ലാം ഇവിടെയാണ് നടക്കുന്നത്.
സൂക്ഷ്മവദൻ മേം നാടക് കൈസേ ചലേങ്കെ. അപ്പോൾ ബാബ പറയുന്നത് ഈ സൂക്ഷ്മവദനത്തിൽ എങ്ങനെ നാടകം നടക്കാനാണ്? വൈസേ മൂൽവദൻ മേം ബി സൂര്യ ചാന്ദ് ഹി നഹി തോ നാടക് ബി കഹേ കാ ഹോഗ. ബാബ പറയുന്നത് ഇപ്പം മൂലവദനത്തിൽ എന്ന് പറയുമ്പോൾ ബാബ പറയാറുണ്ട് അവിടെ സൂര്യചന്ദ്രന്മാരില്ല. അപ്പം അവിടെ സൂര്യചന്ദ്രന്മാരില്ല. അപ്പം നാടകം എവിടെ നടക്കുക? ഇവിടെ തന്നെ. അപ്പം സൂക്ഷ്മവദനത്തിലും നാടകം നടക്കാൻ സാധിക്കില്ല, മൂലവദനത്തിൽ നടക്കാൻ സാധിക്കില്ല. അപ്പം ഇവിടെയാണ് സ്ഥൂലവദനത്തിലാണ്, ഇവിടെയാണ് കർമ്മക്ഷേത്രം, ഇവിടെയാണ് ഈ നാടകം നടക്കുന്നതെന്ന് ബാബ പറയാം. പുനർജന്മ ബി യഹാം ഹോത്താ ഹെ. ബാബ പറയുന്നത് പുനർജന്മവും ഇവിടെ തന്നെയാണ്. യഹ് ബഹുത് ബഡാ മണ്ടാവ് ഹെ. ബാബ പറയുന്നത് ഇത് വളരെ വലിയൊരു സ്റ്റേജ് ആണ് എന്ന് പറയാം ബാബ. സൂക്ഷ്മവദന്മേ നെഹി ഹോത്ത. സൂക്ഷ്മവദനത്തിൽ നാടകം നടക്കാൻ സാധിക്കില്ല. അബി തുമാരി ബുദ്ധിമേം സാര ബേഹദ് കാ കേൽ ഹെ. ബാബ പറയുന്നത് ഇപ്പം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മുഴുവൻ പരിധിയില്ലാത്ത ഈ കളി ഉണ്ട് എന്ന് ബാബ പറയാ. അബി പത്താ പടാ ഹെ ഹം ജോ ദേവി ദേവതാ ഥേ സോ ഫിർ കൈസേ വാമമാർഗമേം ആത്തേ ഹേ. അപ്പം ബാബ പറയുന്നത് നമ്മൾ ദേവി ദേവതമാരായിരുന്നു, പിന്നീട് നമ്മൾ എങ്ങനെയാണ് വാമമാർഗത്തിലേക്ക് വന്നത്? വാം മാർഗ് വികാരി മാർഗക്കോ കഹാ ജാത്താ ഹേ. അപ്പം ബാബ പറയുന്നത് വാമമാർഗം എന്ന് പറയുന്നത് വികാരത്തിൽ പോകുന്നതിനെയാണ് വാമമാർഗം എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ എങ്ങനെ വന്നു? എങ്ങനെയായിരുന്നു? നമ്മൾ ദേവതമാരായിരുന്നു, പിന്നെ ദേവതമാരെങ്ങനെയാണ് വികാരത്തിലേക്ക് വന്നത്? ഇതെല്ലാം ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പം ഇപ്പം നമുക്ക് ഇതെല്ലാം അറിയാമെന്ന് ബാബ പറയാം. ആദാ കൽപ്പ് ഹം പവിത്ര ദേ ഹമാരാ ഹി ഹാർ ഓർ ജീത്ത് കാ കേൽ ഹേ. പകുതി കൽപ്പം നമ്മൾ പവിത്രമായിരുന്നു, നമ്മുടേത് തന്നെയാണ് ജയപരാജയത്തിൻ്റെ ഈ കളിയെന്ന് ബാബ മനസ്സിലാക്കി തരാം. ഭാരത് അവിനാശി ഗണ്ഡ് ഹേ. ഭാരതം അവിനാശിയായ ഗണ്ഡമാണ്. യഹ് കബി വിനാശ് ഹോത്താ നഹി ഹേ. ഭാരതം ഒരിക്കലും വിനാശമാകില്ല എന്ന് പറയാം. ഭാരതഖണ്ഡം ഒരിക്കലും വിനാശമാകില്ല എന്ന് ബാബ പറയാം. ആദി സനാതൻ ദേവി ദേവത ധർമ്മദ തോ ഓർ കോയി ധർമ്മ നഹീദ. അതായത് എപ്പോഴാണോ ആദി സനാതന ദേവി ദേവത ധർമ്മം ഇവിടെ ഉണ്ടായിരുന്നത്, ആ സമയത്ത് വേറൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. തുമാരി ഇൻ ബാത്തോം കോ മാനേങ്കെ വഹ് ജിനോനെ കൽപ്പ് പഹലെ മാനാ ഹോഗ. അപ്പം ബാബ പറയുന്നത് നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം കൽപ്പം മുമ്പ് ആരാണോ ഇതിനെല്ലാം അംഗീകരിച്ചത് അവർ തന്നെയാണ് ഇപ്പോഴും അംഗീകരിക്കുക എന്ന് ബാബ പറയാം. 5000 വർഷ സേ പുരാനി ചീസ് കോയി ഹോത്തി നഹി. സത്യുഗ മേം ഫിർ തും പഹലെ ജാക്കർ അപ്പനെ മഹൽ ബനായേങ്കെ. അതായത് 5000 വർഷത്തിലേക്കാളും പഴയതായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാകില്ല. അതായത് 5000 വർഷത്തെയാണ് ഈ കളി. അപ്പം അതിനേക്കാളും പഴയത്, അതിനേക്കാളും പുരാതനമായിട്ടുള്ള വസ്തുവൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. സത്യയുഗത്തിൽ വീണ്ടും നമ്മൾ പോയിട്ട് എന്ത് പണിയും? നിങ്ങളുടെ കൊട്ടാരം പണിയുമെന്ന് ബാബ പറയാം. ऐसे नहीं कि सोनी द्वारക कोई समुद्र के नीचे है वह निकल आएगी. ബാബ പറയുന്നത് ഇങ്ങനെയല്ല. അതായത് സ്വർണ്ണ ദ്വാരക ഏതോ സമുദ്രത്തിന് താഴെ പോയി അത് വീണ്ടും പുറത്തേക്ക് വരും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഭക്തിമാർഗത്തിൽ. അപ്പം അങ്ങനെയൊന്നുമല്ല എന്ന് പറയാം. ഭക്തിമാർഗത്തിൽ പറയുന്നത് പോലെയല്ല. സത്യയുഗത്തിൽ നമ്മൾ വീണ്ടും പോയിട്ട് എന്തുണ്ടാക്കും? നമ്മുടെ സ്വർണ്ണ കൊട്ടാരം ഉണ്ടാക്കുക ചെയ്യുക. അല്ലാതെ സ്വർണത്തിൻ്റെ ദ്വാരക സമുദ്രത്തിന് താഴെ പോയിട്ട് അത് വീണ്ടും ഉയർന്നു വരിക, അതൊക്കെ ഭക്തിമാർഗത്തിലെ കഥകളാണ്. അങ്ങനെയൊന്നുമല്ല എന്ന് ബാബ പറയാം. ദിക്ലാത്താ ഹേ സാഗർ സേ ദേവതായേം രത്നോം കി താലിയാം ബർക്കർ ദേത്തേ ദേ. അതായത് ഭക്തിമാർഗത്തിൽ കാണിക്കുന്നുണ്ടല്ലോ, സാഗരത്തിൽ നിന്നും ദേവതമാര് ഈ രത്നങ്ങൾ നിറച്ച തളികകൾ ആയിട്ട് വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. വാസ്തവമേം ജ്ഞാൻ സാഗർ ബാപ്പ് ഹേ ജോ തും ബച്ചോം കോ ജ്ഞാൻ രത്ന കി താലിയാം ബർക്കർ ദേ രഹേ ഹേ. ബാബ പറയുന്നത് വാസ്തവത്തിൽ ജ്ഞാനസാഗരനായ ബാബയാണ് നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനരത്നങ്ങൾ നിറച്ച തളിക തരുന്നത്. അതിനെയാണ് ഭക്തിമാർഗത്തിൽ എന്ത് കാണിക്കുന്നത്? അതായത് രത്നങ്ങൾ നിറച്ച തളികകളായിട്ട് ദേവതമാർ വരുന്നത്. യഥാർത്ഥത്തിൽ
ജ്ഞാനരത്നങ്ങൾ നിറച്ചിട്ടാണ് ബാബ, ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറച്ച തളികയാണ് ബാബ നമ്മൾ കുട്ടികൾക്ക് തരുന്നത്. അപ്പം അതിലൂടെ നമ്മൾ ആരായിട്ടാണ് മാറുന്നത്? ദേവതയായിട്ട് മാറാണ്. അപ്പം അതിനെയാണ് ഭക്തി മാർഗത്തിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ദിക്കാത്തെ ഹേ ശങ്കറിനെ പാർവതിക്കോ കഥ സുനായി. ഇതും കാണിക്കുന്നുണ്ട്, ശങ്കരൻ പാർവതിക്ക് കഥ കേൾപ്പിച്ചു കൊടുക്കുന്നതായിട്ട്. ജ്ഞാൻ രത്നോം സേ ജോലി ബരി, ജ്ഞാനരത്നങ്ങൾ കൊണ്ടാണ് സഞ്ചി നിറയ്ക്കുന്നത്. ശങ്കർ കേലിയെ കഹത്തെ ബാങ്ക് ദത്തൂര പീതാ ദാ ഫിർ ഉൻകെ ആകെ ജാക്കർ കഹത്തെ ജോലി ബർദോ ഹംകോ ധൻ ദോ. ബാബ പറഞ്ഞത് ശങ്കരൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതായത് കാളകൂട വിഷം കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ ആ ശങ്കരന്റെ മുന്നിൽ തന്നെ പോയിട്ട് എന്തു പറയും? ഞങ്ങളുടെ സഞ്ചി നിറച്ചു തരൂ, ഞങ്ങളെ ധനവാനാക്കൂ, ധനം തരൂ എന്നൊക്കെ പറഞ്ഞ് യാചിക്കും. തോ ദേക്കോ ശങ്കർ കി ബി ഗ്ലാനി കർദി ഹേ. അപ്പൊ ബാബ പറയാണ്, നോക്കൂ ശങ്കരനും നിങ്ങൾ ഗ്ലാനി ചെയ്തിരിക്കുന്നു എന്ന് ബാബ പറയാം. സബ്സെ ജാസ്തി ഗ്ലാനി കർത്തേ ഹേ ഹമാരി. ഏറ്റവും കൂടുതൽ ഗ്ലാനി ചെയ്തിരിക്കുന്നത് ആരെയാണ്? ബാബയെയാണെന്ന് പറയാ ബാബ. യഹ് ബി കേൽ ഹേ ജോ ഫിർ ബി ഹോഗ. അപ്പൊ ഇതൊക്കെ കളിയാണെന്ന് പറയാ ബാബ. 5000 വർഷത്തെ നാടകമാണല്ലോ. അതാ ബാബ പറയുന്നത്, ഇതെല്ലാം കളിയാണ്, ഇത് വീണ്ടും ഉണ്ടാവുക തന്നെ ചെയ്യുന്ന ബാബ പറയാ. ഇസ് നാടകക്കോ കോയി ജാൻതേ നഹി. ഈ നാടകത്തെ ആരും അറിയുന്നില്ല. മേ ആക്കർ ആദി സെ അന്ത് തക് സാരാ രാസ് സംജാത്താ ഹൂം. ഞാൻ വന്നിട്ടാണ് നിങ്ങൾ കുട്ടികൾക്ക് ഈ നാടകത്തിൻ്റെ തുടക്കം മുതൽ, അതായത് ആദ്യം മുതൽ അന്തിമം വരെയുള്ള എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി തരുന്നത്. യഹ് ബി ജാൻതേ ഹോ ഊഞ്ചേത്തെ ഊഞ്ച് ബാപ്പ് ഹേ. ഇതും നിങ്ങൾക്കറിയാം, ഞാൻ ഉയർന്നതിലും ഉയർന്ന അച്ഛനാണ്. വിഷ്ണു സോ ബ്രഹ്മ, ബ്രഹ്മ സോ വിഷ്ണു, കൈസേ ബൻതേ ഹേ യഹ് കോയി സമജ് നാ സകേ. അപ്പോൾ ബാബ പറയുന്നത്, വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്നും വിഷ്ണുവും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇത് ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. ഇത് ബാബയ്ക്കാണ് അറിയുന്നത്, ബാബയാണ് നമ്മൾക്ക് മനസ്സിലാക്കി തന്നത്. അബി തും ബച്ചെ പുരുഷാർത്ഥ് കർത്തേ ഹോ കി ഹം വിഷ്ണു കുൽ കാ ബനെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ എന്തിനാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്? വിഷ്ണു കുലത്തിലേതായിട്ട് മാറാനാണ്. വിഷ്ണുപുരി കാ മാലിക് ബന്നെ കെ ലിയേ തും ബ്രാഹ്മൺ ബനേ ഹോ. ബാബ പറയുന്നത്, വിഷ്ണുപുരിയുടെ അധികാരിയായിട്ട് മാറുന്നതിനായിട്ട് നിങ്ങൾ കുട്ടികൾ ബ്രാഹ്മണനായിട്ട് മാറിയിരിക്കുകയാണ്. തുമാരി ദിൽ മേം ഹേ ഹം ബ്രാഹ്മൺ അപ്നെ ലിയേ സൂര്യവംശി ചന്ദ്രവംശി രാജധാനി സ്ഥാപൻ കർ രഹേ ഹേ ശ്രീമത് പർ. അപ്പം ബാബ പറയാണ്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, അതായത് നമ്മൾ ബ്രാഹ്മണർ നമുക്ക് വേണ്ടിയിട്ട് തന്നെ സൂര്യവംശി ചന്ദ്രവംശി രാജധാനി സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ശ്രീമതമനുസരിച്ച്. ബാബ തരുന്ന ശ്രീമതമനുസരിച്ച് നമ്മൾ കുട്ടികൾ നമ്മളുടെ തന്നെ സൂര്യവംശി ചന്ദ്രവംശി രാജ്യത്തിൻ്റെ സ്ഥാപന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്മേം ലഡായി ആദിക്ക് കോയി ബാത്ത് നഹി. ഇതിൽ യുദ്ധത്തിൻ്റെതായ, അതായത് ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുകയാണല്ലോ, ഇതിൽ യുദ്ധത്തിൻ്റെതായ യാതൊരു കാര്യവുമില്ല എന്ന് ബാബ പറയാം. ദേവതാവോം ഓർ ആസുരോം കി ലഡായി കബി ഹോത്തി നഹി. ദേവതമാരുടെയും അസുരന്മാരുടെയും യുദ്ധം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ബാബ പറയാം. ദേവതായേം ഹേ സത്യയുഗമേം. ദേവതമാരെവിടെയാണ്? സത്യയുഗത്തിലാണ്. പിന്നെ എങ്ങനെയാ ദേവതമാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം നടക്കുക? സത്യയുഗത്തിൽ ദേവതമാർ മാത്രമേ ഉള്ളൂ, അവിടെ അസുരന്മാരില്ല. അപ്പൊ അവര് തമ്മിലുള്ള യുദ്ധം ഉണ്ടായിട്ടില്ല എന്ന് ബാബ പറയാം. അബി തും ബ്രാഹ്മൺ യോഗ ബൽസെ വിശ്വക്കെ മാലിക് ബൻതേ ഹോ. ബാബ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ബ്രാഹ്മണര് യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ അധികാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാഹുബൽ വാലെ വിനാശ് കോ പ്രാപ്ത് ഹോ ജായേങ്കെ. ബാബ പറയുന്നത്, ബാഹുബലത്തിലുള്ളവർ, ബാഹുബലം കൊണ്ട് വിനാശം എന്തായാലും പ്രാപ്തമാക്കും. തും സൈലൻസ് കെ ബൽ സെ സയൻസ് പർ വിജയ് പാത്തേ ഹോ. നിങ്ങൾ കുട്ടികള് സൈലൻസിന്റെ ബലത്തിലൂടെ സയൻസിന് മുകളിൽ വിജയം നേടും. അബ് തുംകോ ആത്മാ അഭിമാനി ബന്നാ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എന്തായിട്ട് മാറണം? ആത്മാ അഭിമാനിയായിട്ട് മാറണം. ഹം ആത്മാ ഹേ ഹംകോ ജാനാ ഹേ അപ്നെ ഘർ. അതായത് നമ്മൾ ആത്മാക്കളാണ്, നമ്മൾക്ക് എവിടേക്ക് പോകണം? നമ്മുടെ വീടായ
ശാന്തിധാമത്തിലേക്ക് പോകണം. ആത്മായേം തീക്കി ഹേ. അപ്പൊ ബാബ പറയുന്നത് ആത്മാക്കള് വളരെ വേഗതയുള്ളവരാണ്, തീക്ഷണമാണെന്ന് പറയാം. അഭി എയറോപ്ലെയിൻ ഐസാ നിക്കലാ ഹേ ജോ ഏക് ഗണ്ടേ മേം കഹാം സെ കഹാം ചലാ ജാതാ ഹേ. ബാബ പറയുന്നത് ഇപ്പോൾ ഈ എയറോപ്ലെയിനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് 1 മണിക്കൂറിൽ എവിടം തൊട്ട് എവിടം വരെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. ഇത് ബാബ മുരളി കുറേ നാൾ മുമ്പ് പറഞ്ഞ മുരളിയാണല്ലോ. അപ്പം അന്നൊക്കെ ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ എയറോപ്ലെയിനൊക്കെ. അതാണ് ബാബ പറയുന്നത് ഇപ്പോൾ എയറോപ്ലെയിനുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് 1 മണിക്കൂറിൽ എവിടെ മുതൽ എവിടം വരെയൊക്കെ സഞ്ചരിക്കാൻ, കാരണം അത്രയും വേഗതയിൽ. അതാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. അബ് ആത്മാത്തോ ഉൻസേബി തീക്കി ഹേ. പക്ഷെ ബാബ പറയുന്നത് ആത്മാക്കളാണെങ്കിലോ അതിനേക്കാളും ഫാസ്റ്റ് ആണെന്ന് പറയാ ബാബ. ചപ്പട്ടിമേം ആത്മാ കഹാം ഹി കഹാം ജാക്കർ ജന്മലേത്തേ ഹേ. ബാബ പറയുന്നത് ആത്മാക്കൾ എവിടെയൊക്കെ പോയിട്ടാണ്, പെട്ടെന്ന് വളരെ ഫാസ്റ്റിലാണ് ആത്മാക്കൾ പോയിട്ട് ജന്മമെടുക്കുക. എവിടെയൊക്കെ ജന്മമെടുക്കുമെന്ന് ബാബ പറയാ. കോയി വിലായത്ത് മേം ബി ജാക്കർ ജന്മലേത്തേ ഹേ. ചില ആത്മാക്കള് വിദേശത്തൊക്കെ പോയിട്ട് ജന്മമെടുക്കുന്നുണ്ട്. ആത്മാ സബ്സെ തീക്ക റോക്കറ്റ് ഹേ. ബാബ പറയുന്നത് ആത്മാവെന്ന് പറയുന്നത് ഏറ്റവും വേഗതയേറിയ റോക്കറ്റ് ആണെന്ന് പറയാം. ഇസ്മേം മഷിനറി ആദിക്ക് കോയി ബാത്ത് നഹി. ഇതിൽ മെഷീനറികളോ ഒന്നുമില്ല. അല്ലെ, ആത്മാവ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്, ഒരു എനർജിയാണ്. ഇതിലൊരു മെഷീനറികളോ അങ്ങനെയുള്ള ഒന്നുമില്ല എന്ന് പറയാം ബാബ. ശരീർ ചോട ഓർ യഹ് ഭാഗ. ശരീരം ഉപേക്ഷിച്ചു, ആത്മാവ് പോയി, അത്രയേ ഉള്ളൂ. അബ് തും ബച്ചോം കി ബുദ്ധി മേം ഹേ ഹംകോ ഗർ ജാനാ ഹേ പതീത് ആത്മാത്തോ ജാ നാ സകേ. ഇപ്പൊ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതായത് നമ്മൾ ആത്മാക്കളാണ്, നമുക്ക് ആത്മാവിന്റെ വീടായ പരന്താം അല്ലെങ്കിൽ ശാന്തിധാമത്തിലേക്ക് പോകണം. ബാബ പറയാണ് പാവനമായി മാറാതെ അവിടേക്ക് പോകാൻ സാധിക്കില്ല. അതായത് പതീത ആത്മാക്കൾക്ക് പോകാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. തും പാവൻ ബൻകർ ഹി ജായേങ്കെ ബാക്കി തോ സബ് സജായേം കാക്കർ ജായേങ്കെ. നിങ്ങൾ കുട്ടികൾ പാവനമായിട്ട് മാറിയിട്ടാണ് പോകുന്നത്, ബാക്കിയുള്ള എല്ലാവരും ബാബ പറയുന്നത് ശിക്ഷയെല്ലാം അനുഭവിച്ചിട്ട് പോകും. അപ്പൊ എല്ലാവർക്കും പോകണം, അതാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. സജായേം തോ ബഹുത്ത് മിൽത്തി ഹേ. ശിക്ഷകള് ധാരാളം കിട്ടുമെന്ന് ബാബ പറയാ. വഹാം തോ ഗർഭ മഹൽ മേം ആരാംസെ രഹത്തെ ഹേ. സത്യയുഗത്തിൽ എന്ന് പറയുന്നത് ഗർഭമഹലാണ്, ഗർഭക്കൊട്ടാരാണ്. അവിടെ നിങ്ങൾ വളരെ സുഖമായിട്ടിരിക്കും. ഇവിടെ ബാബ പറയും എന്താണ്, ഗർഭ ജയിലാണ്. കാരണം ഇവിടെ ആത്മാക്കള് അടുത്ത ശരീരത്തിലേക്ക് പോകുമ്പോൾ അവിടെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷേ സത്യയുഗത്തിൽ എങ്ങനെയാണ്, ഗർഭക്കൊട്ടാരാണ്, ശിക്ഷകളൊന്നുമില്ല, വളരെ ആരാംസെ നിങ്ങൾ ആ ഗർഭക്കൊട്ടാരത്തിൽ കിടക്കുന്ന ബാബ പറയാം. പിന്നെ ബാബ പറയാണ് ബച്ചോംനെ സാക്ഷാത്കാർ കിയാ ഹെ. ഇതൊക്കെ കുട്ടികൾക്ക് സാക്ഷാത്കാരം കിട്ടുമെന്ന് പറയാം. അതായത് അവിടുത്തെ ഗർഭക്കൊട്ടാരത്തിൽ, ഇവിടെ ഗർഭജയിലാണല്ലോ, അപ്പൊ അവിടുത്തെ ഗർഭക്കൊട്ടാരത്തിലൊക്കെയുള്ള സാക്ഷാത്കാരങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്ന ബാബ പറയാം. കൃഷ്ണ കാ ജന്മ കൈസേ ഹോത്താ ഹേ കോയി ഗന്ദക്കി ബാത്ത് നഹി. കൃഷ്ണന്റെ ജന്മം എങ്ങനെ ഉണ്ടാകും, ഇതെല്ലാം സാക്ഷാത്കാരം ഉണ്ടാകുന്ന ബാബ പറയാ. ഏക് ദം ജയ്സെ രോഷിനി ഹോ ജാത്തി ഹേ. വളരെയധികം പ്രകാശമയമായിരിക്കുന്ന ബാബ പറയാ. കാരണം കൃഷ്ണനെ ആണല്ലോ സത്യയുഗത്തിന്റെ ഫസ്റ്റ് പ്രിൻസ് ആണല്ലോ. അബി തും വൈകുണ്ഠ കെ മാലിക് ബൻത്തെ ഹോ തോ ഏസാ പുരുഷാർത്ഥ കർണ ചാഹിയേ. അപ്പൊ ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കുട്ടികൾ വൈകുണ്ഠത്തിന്റെ അധികാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള പുരുഷാർത്ഥം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. ശുദ്ധ പവിത്ര ഖാൻ പാൻ ഹോന ചാഹിയെ. നിങ്ങളുടെ കഴിക്കുന്നതും കുടിക്കുന്നതുമെല്ലാം ശുദ്ധവും പവിത്രവുമായിട്ടിരിക്കണം. കാരണം നമ്മൾ ആരായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, വൈകുണ്ഠത്തിന്റെ അധികാരിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സദോ പ്രധാനമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പുരുഷാർത്ഥം എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യങ്ങളിലും വളരെ ശുദ്ധമായിരിക്കണം, പവിത്രമായിരിക്കണം. കഴിക്കുന്നതും കുടിക്കുന്നതുമെല്ലാം അങ്ങനെ ആയിരിക്കണം എന്ന് ബാബ മനസ്സിലാക്കി തരാം. ദാൽ ബാത്ത് സബ്സെ അച്ചാ ഹേ. ബാബ പറയുന്നത് ഈ പരിപ്പും ചോറൊക്കെ ഇല്ല, അതൊക്കെ വളരെ നല്ലതാന്ന് ബാബ പറയാ. ഋഷികേശ് മേം സന്യാസി ഏക് खिड़की से लेकर चले जाते हाँ कोई कैसे होते हैं. ബാബ പറയുന്നത് ഋഷികേശിലാണെങ്കിൽ സന്യാസിമാര് ഒരു ജനലിലൂടെ
എടുക്കും, അതായത് ഭിക്ഷ എടുക്കുമല്ലോ, എന്നിട്ടാണ് പോകുന്നത്. ബാബ പറയുന്നത് ഓരോരുത്തരും അവരവരുടെ രീതി എന്ന് ബാബ മനസ്സിലാക്കി തരാം. അച്ഛാ മീട്ടെ മീട്ടെ सिकीलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയ്ക്കുള്ള പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, अपने ऊपर अटेंशन का पूरा पहरा देना है. അതായത് സ്വയത്തിന് മേല് അറ്റൻഷനാകുന്ന കാവൽക്കാരനെ വെക്കാനാണ് ബാബ പറയുന്നത്. മായാസെ അപ്നി സംഭാൽ കർണി ഹെ. മായയിൽ നിന്നും സ്വയത്തെ നിങ്ങൾ സംരക്ഷിക്കണം. യാദ് കാ സച്ചാ ചാർട്ട് രഖനാ ഹെ. അതായത് ഓർമ്മയുടെ സത്യമായ ചാർട്ട് വെക്കണം. സെക്കൻഡ് പോയിന്റ്, മാത് പിതാ കോ ഫോളോ കർ ദിൽ തക്തനശീൻ ബന്നാ ഹെ. അതായത് നിങ്ങൾ മമ്മയെയും ബാബയെയും നിങ്ങൾ ഫോളോ ചെയ്ത് ഹൃദയ സിംഹാസനധാരിയായിട്ട് മാറണം. ദിൻ രാത് സർവീസ് പർ തൽപർ രഹനാ ഹെ. അത് രാത്രിയും പകലുമെല്ലാം നിങ്ങൾ സേവനത്തിൽ തൽപരരായിട്ടിരിക്കണമെന്ന് ബാബ പറയാ. സബ്കോ പൈഗാം ദേനാ ഹെ കി ബാപ്പ് കോ യാദ് കരോ. അതായത് നിങ്ങൾ എല്ലാവർക്കും ഈ സന്ദേശം കൊടുക്കണം, അതായത് ബാബയെ ഓർമ്മിക്കൂ. 5 വികാരം കോ ദാൻ ദോ തോ ഗ്രഹൺ ചൂട്ടെ. 5 വികാരങ്ങളെ ദാനം നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹണം അവസാനിക്കും. വരദാനം, സെൻസ് ഓർ എസെൻസ് കെ ബാലൻസ് ദ്വാര अपनेपन को स्वाहा करने वाले വിശ്വ പരിവർത്തക് ഭവ. ബാബ പറയുന്നത് സെൻസ് എസെൻസ്, അതായത് എന്താണ്, സാരവും അതിൻ്റെ സെൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവേകവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സാരം ഉണ്ടല്ലോ, അതിൻ്റെ ബാലൻസിലൂടെ ബാബ പറയുന്നത് തൻ്റേതെന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ, അതിനെ നിങ്ങളെ സ്വാഹ ചെയ്യുന്നവരായ വിശ്വപരിവർത്തക് ഭവ. അതാണ് ബാബ തരുന്ന വരദാനം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ബാബ പറയുന്നത്, സെൻസ് അർത്ഥാത് ജ്ഞാൻ കി പോയിന്റ്സ് സമജ്. അതായത് വിവേകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അതായത് ജ്ഞാനം, അറിവാണ്. അതായത് ജ്ഞാനത്തിൻ്റെ പോയിന്റുകൾ ബാബ നൽകുന്നുണ്ടല്ലോ, അറിവ് അഥവാ അതിൻ്റെ തിരിച്ചറിവ്, അതിനെയാണ് സെൻസ് എന്ന് പറയുന്നത്. എസെൻസ് അർത്ഥാത് സർവശക്തി സ്വരൂപ് സ്മൃതി ഓർ സമർത്ഥ സ്വരൂപ്. അതായത് സർവശക്തികളുടെയും സർവഗുണങ്ങളുടെയും ആ സ്വരൂപമായി മാറുക, അതാണ് എസെൻസ്. സെൻസ് എന്ന് പറയുന്നത് ബാബ തരുന്ന ജ്ഞാനത്തിൻ്റെ പോയിന്റുകളാണ്. അതായത് ഞാൻ ആത്മാവാണ്, എൻ്റെ അച്ഛൻ പരമാത്മാവാണ്, എൻ്റെ വീട് ശാന്തിധാമമാണ്, അങ്ങനെയുള്ള പോയിന്റുകളാണ് സെൻസ് എന്ന് പറയുന്നത്. എസെൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്വരൂപമായിട്ട് മാറാം, അല്ലേ? അത് സർവ ഗുണങ്ങളാലും ശക്തികളാലും നിറഞ്ഞ ആ സ്വരൂപം, അതിനെയാണ് എസെൻസ് എന്ന് പറയുന്നത്. ഇൻ ദോനോം കാ ബാലൻസ് ഹോ തോ അപ്നാപ്പൻ വാ പുരാനാപ്പൻ സ്വാഹ ഹോ ജായേഗ. ഈ രണ്ടിൻ്റെയും ബാലൻസ്, അതായത് ഞാൻ ആത്മാവാണെന്നുള്ള ആ ഒരു അറിവ് വേണം, അതോടൊപ്പം അതിൻ്റെ സ്വരൂപവുമായിരിക്കണം. അല്ലാതെ ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി പക്ഷേ വീണ്ടും നമ്മൾ ഈ കലിയുഗി സ്വഭാവം കാണിച്ചാൽ ശരിയാകില്ല. അപ്പോൾ രണ്ടിൻ്റെയും ബാലൻസ്, അതാണ് ബാബ പറയുന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ബാലൻസിലൂടെ ബാബ പറയുന്നത് നിങ്ങളുടെ ഞാനെന്ന ഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ സംസ്കാരം ഇതെല്ലാം നിങ്ങൾക്ക് സ്വാഹയാകാൻ കഴിയും. ഹർ സെക്കൻഡ്, ഹർ സങ്കൽപ്പ്, ഹർ ബോൽ और हर कर्म विश्व परिवर्तन की सेवा प्रति स्वाहा होने से विश्व परिवर्तक स्वतः बन जाएंगे. അപ്പോൾ ബാബ പറയുന്നത് ഓരോ സെക്കൻഡും അതുപോലെ ഓരോ സങ്കല്പം, ഓരോ വാക്ക്, ഓരോ കർമ്മം, ഇതെല്ലാം വിശ്വപരിവർത്തനത്തിൻ്റെ സേവനത്തെ പ്രതി നിങ്ങളെ സ്വാഹ ചെയ്യുന്നതിലൂടെ ഈ വിശ്വപരിവർത്തനം സ്വതവേ നടക്കുന്ന ബാബ പറയാം. അപ്പോൾ നമ്മളുടെ ഓരോ വാക്ക്, ഓരോ കർമ്മം, ഓരോ സെക്കൻഡും, ഓരോ സങ്കല്പവും നമ്മളെങ്ങനെയായിരിക്കണം, ഈ വിശ്വത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ സേവനത്തെ പ്രതി സ്വാഹ ചെയ്യണം. അതായത് അത്രയും നമ്മൾ
എന്തായി മാറണം? നമ്മുടെ ആ സ്വരൂപമായിട്ട് മാറാണ്. അതായത് നമ്മുടെ ഒറിജിനൽ ആ സ്ഥിതി ഉണ്ടല്ലോ, ആത്മാസ്ഥിതി, അതിൻ്റെ സ്വരൂപമായിട്ട് മാറുമ്പോൾ ഈ ഓരോ സെക്കൻഡിലൂടെയും ഓരോ സങ്കല്പത്തിലൂടെയും ഓരോ വാക്കിലൂടെയും ഓരോ കർമ്മത്തിലൂടെയും ആ വിശ്വപരിവർത്തനം സ്വതവേ നടക്കുന്ന ബാബ പറയാം. ജോ അപ്പനെ देह की स्मृति सहित स्वाहा हो जाता है उनके श्रेष्ठ वाइब्रेशन द्वारा वायुमंडल का परिवर्तन सहज होता है. ബാബ പറയുന്നത്, അതായത് ആരാണോ തൻ്റെ ദേഹത്തിൻ്റെ സ്മൃതി സഹിതം, ദേഹമാണെന്നുള്ള ബോധത്തിലാണല്ലോ നമ്മൾ കഴിയുന്നത്, അപ്പോൾ ദേഹത്തിൻ്റെ സ്മൃതി സഹിതം ആരാണോ സ്വാഹ ചെയ്യുന്നത്, ആ ദേഹത്തിൻ്റെ സ്മൃതിയെ പോലും സ്വാഹ ചെയ്യുന്നത് ആരാണോ, അപ്പം അവരുടെ ആ ശ്രേഷ്ഠ വൈബ്രേഷനിലൂടെ ബാബ പറയുന്നത് വായുമണ്ഡലത്തിനെ പരിവർത്തനപ്പെടുത്താൻ സഹജമായിട്ട് സാധിക്കുന്ന ബാബ പറയാം. അപ്പം ദേഹത്തിൻ്റെ സ്മൃതിയെ പോലും സ്വാഹ ചെയ്യണം. അങ്ങനെ സ്വാഹ ചെയ്യുമ്പോൾ അവരുടെ ആ ശ്രേഷ്ഠ വൈബ്രേഷനിലൂടെ വായുമണ്ഡലത്തിൻ്റെ പരിവർത്തനവും സഹജമായിട്ട് നടക്കുമെന്ന് ബാബ പറയാം. ഈ ശ്ലോകൻ പറയുന്നത്, പ്രാപ്തിയോം കോ യാദ് കരോ തോ ദുഃഖ് വ പരേശാനി കി ബാത്തേ ഭൂൽ ജായേങ്കി. അപ്പം ബാബ പറയുന്നത്, നിങ്ങൾ പ്രാപ്തികളെ പറ്റി ഓർമ്മിക്കൂ. അതായത് ബാബ തരുന്ന പ്രാപ്തികൾ അല്ലെ, നമ്മൾ ബാബയുടേതായി മാറിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രാപ്തികൾ എന്തൊക്കെയാണ്? സർവഗുണങ്ങൾ, സർവശക്തികൾ, ഇതെല്ലാമാണല്ലോ ബാബയുടേതായി മാറിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബാബ പറയുന്നത്, ആ പ്രാപ്തികളെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദുഃഖം, അതുപോലെ വിഷമം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കുമെന്ന് ബാബ പറയാം. ഇനി അവ്യക്ത ഇഷാര പറയുന്നത്, ശ്രേഷ്ഠ കർമ്മ കാ ഫൗണ്ടേഷൻ ഹേ പവിത്രത, ലേക്കിൻ പവിത്രത സിർഫ് ബ്രഹ്മചര്യ നഹി. അപ്പം ബാബ പറയുന്നത് ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പവിത്രതയാണ്. പക്ഷെ ബാബ പറയുന്നത് പവിത്രത എന്ന് പറയുന്നത് കേവലം ബ്രഹ്മചര്യം മാത്രമല്ല. യഹ് ബി ശ്രേഷ്ഠ ഹേ ലേക്കിൻ മനസാ സങ്കല്പ में भी अगर कोई आत्मा के प्रति विशेष लगाव व झुकाव हो गया, किसी आत्मा की विशेषता पर प्रभावित हो गए या उसके प्रति नेगेटिव संकल्प चले, ऐसे बोल व शब्द निकले जो मर्यादापूर्वक नहीं है तो उसको भी പവിത്രത नहीं कहेंगे. അപ്പം ബാബ പവിത്രതയുടെ ഫുൾ ഡെഫിനിഷൻ ആണെന്ന് പറയുന്നത്. അത് പവിത്രത എന്ന് പറയുന്നത് കേവലം ഒരു ബ്രഹ്മചര്യം മാത്രമല്ല. ബ്രഹ്മചര്യം വളരെ ശ്രേഷ്ഠമാണ്. പക്ഷെ ബാബ പറയുന്നത് അതിനോടൊപ്പം മനസ്സിൽ സങ്കല്പത്തിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആത്മാവിനെ പ്രതി വിശേഷമായൊരു ആകർഷണം, വിശേഷമായൊരു ഇഷ്ടം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മാവിൻ്റെ വിശേഷതയുടെ മേൽ നിങ്ങൾ പ്രഭാവിതരാവുക. ഇല്ലെങ്കിൽ ബാബ പറയുന്നത് എന്താണ്? ഏതെങ്കിലും ആത്മാവിനെ പ്രതി ഒരു നെഗറ്റീവ് സങ്കല്പം വരിക, അല്ലെങ്കിൽ മര്യാദാപൂർവമല്ലാത്ത വാക്കോ ശബ്ദങ്ങളോ പുറപ്പെടുവിക്കുക. ഇതെല്ലാം എന്ത് ബാബ പറയുന്നത്? ഇതൊന്നും പവിത്രതയല്ല എന്ന് പറയാം. ഇതിനൊരിക്കലും പവിത്രത എന്ന് പറയില്ല. അപ്പം നമ്മൾ കരുതുന്നത് പവിത്രത എന്ന് പറയുന്നത് കേവലം ബ്രഹ്മചര്യം മാത്രമാണ്. പക്ഷെ ബാബ ഫുള്ള് ഡെഫിനിഷൻ തരാം. അതായത് ഒരു ആത്മാവിനെ പ്രതി പോലും ഒരു നെഗറ്റീവ് സങ്കല്പം, അല്ലെങ്കിൽ മര്യാദാപൂർവമല്ലാത്തൊരു വാക്കോ ശബ്ദമോ ഒന്നും നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. അപ്പം അതൊക്കെ അപവിത്രതയിൽ പെടുന്നതാണ്. അതാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ഓം ശാന്തി. അപ്പം നമുക്കൊരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കാം.
से अर्पण हुई ये सांसें, बेहद का सुख पाया है। जब से अर्पण हुई ये सांसें, बेहद का सुख पाया है। सब कुछ अपना प्रभु ही जाने, गीते मन ने गाया है। उन्हीं को देखूं, उन्हीं को सोचूं, उन्हीं को देखूं, उन्हीं को सोचूं, उन्हीं संग संग सदा चलना। ये जीवन प्रभु का हो गया, ये जीवन। गा गा मा पा रे गा मा सा रे, गा गा मा पा रे गा मा सा रे, नि सा गा रे मा गा पा मा नि सा। ഓം ശാന്തി.